ദൈവം നമ്മുടെ ദൈവം വലിയവനും വിശ്വസ്തനുമായ ദൈവമാണ്. Our God is great and faithful. അവൻ സർവശക്തനായ ദൈവമാണ്. He is an omnipotent God. അവൻ വാക്ക് പറഞ്ഞിട്ട് മാറാത്ത ദൈവമാണ്. He is the God who altered not his word. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. Our God is a God of miracles. ഇന്നും വീര്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദൈവം. Even today he is working valiantly. ആ കർത്താവിനെ നമുക്ക് ആരാധിപ്പാൻ കൃപ നൽകിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for having given us grace in order to worship such a God. ഹല്ലേലൂയ. നമ്മുടെ ചിന്താ വിഷയത്തിൽ ഒരു വേദവാക്യം നമുക്ക് വായിക്കാം. For today's meditation, let us read a scripture portion. മത്തായി സുവിശേഷം 24:44 വാക്യം. Verse 44 of Matthew the Gospel, chapter 24. അങ്ങനെ നിങ്ങൾ നിനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ദൈവത്തിന് സ്തോത്രം. Praise be to God. നിനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. Therefore be ye also ready, for in such an hour as ye think not the Son of Man cometh. നമുക്ക് ഒരുക്കം നമുക്ക് ആവശ്യമാണ്. A preparation is essential for us. ഒരു യാത്ര നമ്മൾ ചെയ്യുമ്പോൾ മാന്യമായ വസ്ത്രം ധരിച്ച് നമ്മൾ യാത്ര തുടരുന്നു. For a journey we will put on very good garments and thereby we will travel. അഴുക്കായ വസ്ത്രമോ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നമ്മൾ ഭവനം വിട്ട് പുറത്തു പോകാറില്ല. Never we go out of our house with a dirty garment. മാന്യമായ വസ്ത്രം ധരിച്ച് പുറപ്പെടും. We will put on a very good garment and go out. ഇതുപോലെ Even so, ഏത് കാര്യങ്ങൾക്കും നമുക്ക് ഒരുക്കം ആവശ്യമാണ്. for everything a preparation is essential for us. എന്ത് കാര്യം നമ്മൾ ചെയ്യണമെങ്കിലും അതിലൊക്കെ മുൻപിൽ ഒരുക്കം നമുക്ക് ആവശ്യം. Before doing any work, there's a preparation. ഒരു ഭവനം പണിയുമ്പോൾ അതിനും ചില ക്രമീകരണങ്ങൾ ഒരുക്കി വെച്ചതിന് ശേഷമാണ് തുടങ്ങുന്നത്. And even before starting to build a house also, we have many preparatory works. ഭവനം വേണമെന്ന് ആഗ്രഹിച്ച് ശരി ഭവനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാത്തിരിക്കുകയല്ല. After having the desire in order to build a house, we will never wait saying, yes, we will start it. എല്ലാം ഒരുക്കുന്നു. We will make everything ready. ആലയം പണിയുവാനായിട്ട് സലോമോനെ ദാവീദ് ഏൽപ്പിക്കുമ്പോൾ അപ്പൻ അനേക വസ്തുക്കൾ ഒരുക്കി വെച്ചതായി കാണാൻ കഴിയുന്നു. We read that David, his father of Solomon, before building the temple, made many things ready for the work of the temple. എല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. I have made everything ready. അതിനോട് നിനക്ക് വീണ്ടും കൂട്ടാം. And you can add to it. മനോഹരമായിട്ടുള്ള ഒരു ആലയത്തെ പണിയണം. A beautiful temple you have to build. ഒരു കൂടാരം പണിയുവാനായിട്ട് മോശയ്ക്ക് ദൈവം പ്ലാൻ കൊടുത്തിട്ടാണ് കൂടാരം പണിതത്. The tabernacle was built after God having given Moses the plan for it. ആ പ്ലാൻ പ്രകാരം മാത്രമാണ് കൂടാരം പണിയേണ്ടത്. And it was according to that plan he had to build it. ഇതുപോലെ Even so, ദൈവികമായിട്ടുള്ള അനുഗ്രഹത്തിന് ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ടതായിട്ടുണ്ട്. for divine blessings we also has to do some preparatory works. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവികമായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരുക്കം നമുക്ക് ആവശ്യം. We need a preparation in order to receive divine blessings. ഞാൻ ഓരോന്നായിട്ട് ചുരുക്കമായി നമ്പറിട്ട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. In brief, one by one, I would like to remind you. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഒരുങ്ങേണ്ടത് രാവിലെയാണ്. We should be ready early in the morning. വായിക്കുന്നു 5-ാം സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യം. Psalm 5 and verse 3. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുങ്ങി കാത്തിരിക്കുന്നു. ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. My voice shall thou hear in the morning, O Lord. In the morning will I direct my prayer unto thee and look up. നമ്മുടെ ജീവിതത്തിൽ ഒരുങ്ങേണ്ടതായ അനുഭവം അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള അനുഗ്രഹം പ്രാപിപ്പാൻ പ്രാർത്ഥനാ ജീവിതം നമുക്ക് ആരംഭത്തിലെ തുടക്കത്തിൽ തന്നെ നമുക്ക് വേണം. In order to receive divine blessings, this is the readiness we should have. We should have a life of prayer. ആത്മീയരായ ദൈവമക്കൾ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിച്ചാണ് ഇറങ്ങാറുള്ളത്. Children of God who are spiritual, before leaving their house, they will pray a word. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ആത്മീയരായ ജനങ്ങൾ
ആ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് അയക്കാറുണ്ട്. Children before going to school, if the parents are spiritual, they will pray for them and then send them. എല്ലാ കാര്യങ്ങളും തുടക്കം എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ കൂടെയാണ്. The beginning of everything is prayer. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, നമ്മുടെ മുൻപിൽ ദൈവീയമായിട്ടുള്ള അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് പ്രാർത്ഥന അനുഭവം വേണം. Beloved children of God, in our life, in order to receive divine blessings, that which is priority needed is prayer. ആ ദൈവീയമായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരുക്കം, These are the preparation or readiness to receive divine blessings. അത് പ്രാർത്ഥനയിൽ കൂടെ ലഭിക്കുന്നതാണ്. We receive it through prayer. 63-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ, When we read in Psalm 63 and verse 1, ദൈവമേ, നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. early will I seek thee. എങ്ങനെ, എപ്പോഴാണ് അന്വേഷിക്കേണ്ടത്? When should we seek God? അധികാലത്തെ ഞാൻ അന്വേഷിക്കും. Early in the morning I will seek thee. രാവിലെ അന്വേഷിക്കണം Early in the morning, എന്ന് പറഞ്ഞാൽ which means പ്രാർത്ഥനയിൽ കൂടെ നമ്മുടെ ജീവിതം തുടരണം. our life we should begin with prayer. കുഞ്ഞുങ്ങളെ അങ്ങനെ You അഭ്യസിപ്പിക്കണം. should train your children also likewise. അങ്ങനെ ചെയ്താൽ If you do so, അതിൽ കൂടെ ഒരു അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയും. through that you can receive a blessing. ദൈവമക്കളെ, Beloved children of God, പ്രാർത്ഥന അനുഭവം ഒരു കുടുംബത്തിന് ഇല്ല എങ്കിൽ if there's no prayer life in a house, അത് പരാജയത്തിന്റെ ഒരു ഭവനമാണ്. and it is a house of failure, കാരണം because നിനക്ക് കഷ്ടങ്ങളും ദുഃഖങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ when you face affliction, sorrow and grief, ദൈവത്തോട് വിളിച്ചാൽ ഒരിക്കലും ദൈവം വിളി കേൾക്കത്തില്ല. if you call upon the Lord, He will never answer. വിളി കേൾക്കണമെങ്കിൽ In order to answer, പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കണം. prayer life always should be found in your life. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതം ആരംഭിച്ചാൽ അത് നിശ്ചയമായും വിജയത്തിലേക്ക് ചെന്നെത്തുവാൻ കഴിയും. When we begin so our life with prayer, then we will be victorious. നമുക്ക് ലഭിക്കേണ്ടതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒന്നും തടസ്സം ഉണ്ടാകില്ല. No blessings which we ought to receive will be hindered. 119-ാം സങ്കീർത്തനം 147-ാം വാക്യം വായിക്കുമ്പോൾ, When we read Psalm 119 and verse 147, 147-ാം വാക്യം, ഞാൻ ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. I prevented the dawning of the morning and cried, I hoped in thy word. ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. In the dawning of the morning we have to wake up and pray. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ്, Before sunrise, വെളിച്ചം കാണുന്നതിന് മുൻപ്, before seeing light. അതെപ്പോഴാണ്? When is it? അതാണ് വെളിപ്പടിയുള്ള പ്രാർത്ഥന. It is early in the morning. അല്ലെങ്കിൽ രാവിലെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. Or morning be on your knees and pray. എനിക്ക് ചില കുടുംബങ്ങളെ അറിയാം. I know some families, വിശ്വാസ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന പോലെ ദൈവമക്കൾ പാട്ടുപാടി 2ഉം 3ഉം പാട്ടുപാടി ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ സംസാരിച്ച് അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും എല്ലാവരും ആത്മാവിൽ നിറയുന്നതും അവിടെ പ്രവചിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആ നിലയിൽ വളരെ സന്തോഷമായി കുടുംബ പ്രാർത്ഥന നടത്തുന്ന കുടുംബങ്ങളെ എനിക്കറിയാം. I know of some families where the family prayer will be conducted in this manner. They will sing just like as we pray in the faith home, three songs, and after that everyone together will get filled in the spirit, and the father, mother, children, everyone together will get filled in the spirit, and also the children will prophesy in that manner a blessed prayer. അതിന്റെ ആയിരിക്കുന്ന അനുഗ്രഹം ആ കുടുംബത്തിൽ ഉണ്ടായിരിക്കും. And by reason of it, blessings also come upon that house. ദൈവത്തിന് മഹത്വം. Glory be to God. എല്ലാ കുടുംബങ്ങളിലും അങ്ങനെ ഉണ്ടാകട്ടെ. In all houses it should be found so. നമ്മുടെ ഇവിടെ എല്ലാവരും ദൈവമക്കൾ കൂടി വന്നിരിക്കുകയാണ്. All the children of God are gathered here. ടീച്ചിങ് കഴിഞ്ഞിട്ട് After the meeting, ഭക്ഷണം കഴിച്ച് സന്തോഷമായി പോകുന്നു. after your meals, everyone will return joyfully. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയത്തായിരിക്കാം, But while you might be here അല്ലെങ്കിൽ പോകുന്ന വഴിയായിരിക്കാം, or in your journey, കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ നമ്മൾ യോഗ്യരാകണം. if our Lord God would come, then we should be worthy to be caught up. എല്ലാ അനുഭവങ്ങളും ഉണ്ടെങ്കിലും Even though all experiences we possess, പ്രാർത്ഥന അനുഭവം ഇല്ലെങ്കിൽ പരാജയമാണ്. if prayer lacks, then you are in failure. എനിക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞേക്കാം, I can preach, അല്ല പാടാൻ കഴിഞ്ഞേക്കാം, I can sing well, എന്താണ് എല്ലാത്തിനും കഴിവുണ്ടായിരിക്കാം. I might have the skill for പക്ഷേ everything. ദൈവസ്ഥനി മുഴങ്കാൽ മടക്കുന്ന വ്യക്തികളെ മാത്രമാണ് ദൈവം മാനിക്കുന്നത്. But God will honor only those who be on their knees in God's presence. അതിന് ഉദാഹരണമാണ്
മാർത്തയും മറിയയുടെ കഥ. And the story of Martha and Mary is an example for it. മാർത്ത കുശിനി വേലയും മറ്റും ചെയ്തിട്ട് വളരെ മുഷിഞ്ഞ് വളരെ കഷ്ടപ്പെടുന്ന ഒരു അനുഭവമായിരുന്നു. We say Martha, she was very tired because she labored hard in the kitchen. എന്നാൽ But ദൈവത്തോട് വളരെ ഗൗരവമായിട്ട് മാർത്ത പറയുന്നു, Martha very seriously told the Lord, ഞാൻ തനിയെ ഈ കുശിനി കഷ്ടപ്പെടുകയാണ്. I am alone here suffering a lot in the kitchen. അവള് നിന്റെ പാദത്തിൽ വന്നിരിക്കുക. But she is sitting at thy feet. അവളെ ഇങ്ങോട്ട് പറഞ്ഞയക്കണം. Send her to me. യേശുവിനോട് വലിയ ധൈര്യത്തോടാണ് പറയുന്നത്. Very boldly she told Jesus. യേശു ശാന്തമായി പറഞ്ഞു. But meekly Jesus replied, മാർത്തേ മാർത്തേ, നീ പലരെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങുന്നു. Martha, Martha, thou art careful and troubled about many things. അല്പമേ വേണ്ടു. One thing is needful. ഒന്ന് മതി. One is enough. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. Mary had chosen that good part. ഏതാണ് നല്ല അംശം? Which is this good part? യേശുവിന്റെ പാദത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന നല്ല അംശം. Sitting at the feet of Jesus and praying. അതാണ് ദൈവം മാനിക്കുന്നത്. This is what God honors. ഇത്തിരി കുശിനി വേല ചെയ്തു, You had a lot of works in the തുണി kitchen അടിച്ചു, and washed more clothes അല്ലെങ്കിൽ മറ്റു പണികളൊക്കെ ചെയ്തു. and other works also. പല കാര്യങ്ങൾ പറഞ്ഞേക്കാം. But you might have it in many ഞാൻ things to say. ശുശ്രൂഷക്കാരെ പറയാറുണ്ട്, To the servants of God I would say, എല്ലാ അനുഭവങ്ങളും നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കാം. you might have the ability to do everything. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് ദൈവസന്നിധിയിൽ ഇരുന്നില്ല എങ്കിൽ നീ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും ആമീൻ ദൈവം പറയുകയില്ല. For none of your works, Lord God will say amen. If you do not be in God's presence at the time when you ought to be there. നമുക്ക് എന്ത് വേണം? What do we need? പ്രാർത്ഥന അനുഭവം. Prayer. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 36, 37 വചനം വായിക്കുമ്പോൾ, Luke the Gospel chapter 2 verse 36 and 37. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ചു. 84 സംവത്സരം വിധവയും 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. നോക്കെ എത്ര വലിയ ഭാഗ്യകരമായ അനുഭവമാണ്. See what a great blessed experience it is. 84 വയസ്സുള്ള ഒരു അമ്മയ്ക്ക് പറയാണ്, ഞാൻ ഉപവാസത്തോടും രാവും പകലും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയായിരിക്കുന്നു. An 84-year-old elderly woman, she is saying that both night and day with fasting I was with God. ആ മാതാവിനെ ദൈവം കൈവിടത്തില്ല. That mother of God will not forsake her. ഒരു കുടുംബത്തിൽ ചിലപ്പോൾ 5 പേരുണ്ടായിരിക്കാം. There might be 5 members in a family. അത് ഒരു വ്യക്തിയായിരിക്കാം ഇതുപോലെ ദൈവസന്നിധിയിൽ മുഴങ്കാലും മടക്കി പ്രാർത്ഥിക്കുന്നവർ. And it will be one person who would be on his knees in God's presence and pray. ഈ 4 പേരെയും കൈവിട്ടാലും ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ കൈവിടത്തില്ല. Even if God forsake the other 4, this praying person God will never forsake. ഒരു കുടുംബത്തിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നിരിക്കട്ടെ, If there be a person in a family praying, ബാക്കിയുള്ളവര് പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കാം. and others might be entangled in various പക്ഷേ works. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്നവരെ മാത്രമേ ദൈവം മാനിക്കുകയുള്ളൂ. But God will honor only those who be in God's presence. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. Beloved children of God, this is what our God നമ്മുടെ desires. എല്ലാ കുടുംബങ്ങളിലും ആ അനുഗ്രഹം ഉണ്ടാകട്ടെ. In our families, this blessing should be found. പ്രാർത്ഥനാനുഭവം, Prayer, പ്രാർത്ഥിക്കുന്ന ജീവിതം, life of prayer. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. That's what our God desires. പ്രാർത്ഥനാനുഭവം ഉണ്ടെങ്കിൽ Where prayer is, അവിടെ വിജയമാണ്. there is victory. ആ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ ഒരു സംഘാതകന് കടന്നു വരികയില്ല. The destroyer will never enter that house where prayer is. പ്രാർത്ഥന ഒരു തീയാണ്. Prayer is fire. പ്രാർത്ഥന ഒരു ശക്തിയാണ്. Prayer is power. പ്രാർത്ഥന ഒരു ജീവനാണ്. Prayer is life. അത് ഉള്ള ഭവനത്തിൽ ഒരു ദുഷ്ടശക്തിയും കോമ്പൗണ്ടിൽ വരികയില്ല. In the house where prayer is, no evil power will enter that compound. അത് വിശ്വസിക്കുന്ന ഒരു കരങ്ങളെടുത്തൊരു അല്ലേല് പറയാമോ? പ്രിയ മക്കളെ, നിശ്ചയമായും നിങ്ങൾ ഇന്നു മുതൽ രാവും പകലും ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏറ്റെടുക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. Beloved children of God, I remind you that today onwards you should take a determination in order to pray both night and day. ഒരു അനാത്മനായ ഒരു പൈതൽ ഒരു കുടുംബത്തിലുണ്ടായിരുന്നു. In a family there was a child who was non-spiritual. അവന് ആ കുടുംബത്തിൽ തലവേദനയാണ്. And he became a headache to that house. അവൻ രാവിലെ ഇറങ്ങിപ്പോയിട്ട് വൈകിട്ട് വരുമ്പോൾ ഒരു അക്രമിയായിട്ടാണ് വരുന്നത്. Early he will go from
from the house, leave the house, and in the evening he will come as an assaulter. പക്ഷേ But ആ മാതാവ് മുഴങ്കാലെ മടക്കിയിരുന്ന് ഈ മകന് വേണ്ടി കരയും. that mother was on her knees and she was praying for the son. ഒരു ദിവസം അവൻ കയറി വരുമ്പോൾ One day when he entered the house, അവന്റെ പേര് പറഞ്ഞിട്ട് നിലവിളിക്കുന്നു. she was crying, calling him by his name. എന്റെ കുഞ്ഞ് നശിച്ചു പോയില്ലേ, Oh Lord, this child should not perish. എന്റെ കുഞ്ഞിനെ രക്ഷിക്കണമേ. Save my child, O Lord. ഓരോ വാദ്യങ്ങൾ പറഞ്ഞ് അവൻ കുറച്ചു നേരം ശ്രദ്ധിച്ചു. He was hearkening to the words which she was uttering. ഞാൻ ഈ കുടുംബത്തിൽ തലവേദനയാണ്, I have become a headache to this എന്നെ house. പല പ്രാവശ്യം ഞാൻ അമ്മയും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. Many often I have harmed my mother, എങ്കിലും എന്റെ മമ്മി എനിക്ക് വേണ്ടി നിലവിളിക്കുന്നല്ലോ. but my mummy is praying for me. ആ ഒരൊറ്റ നിലവിളി That single cry അവനെ രൂപാന്തരപ്പെടുത്തി that transformed him. ദൈവവൈദ്യനായി മാറി. He became a child of God. അവന്റെ സാക്ഷിയാണ് ഞാൻ പറഞ്ഞത്. His testimony, I said, അവൻ ശ്രേഷ്ഠ ആത്മീയനായി മാറി. he is an excellent spiritual person. അതിന് പിന്നിൽ എന്താണ് അറിയാമോ? Do you know what is behind ആ it? മാതാവിന്റെ നിലവിളിയാണ്. Prayer of that mother. അവൻ എങ്ങനെയൊക്കെ നശിച്ചു പോട്ടെന്ന് വിചാരിച്ചില്ല. She did not think let him somehow perish. അനുസരണക്കേട് കാണിക്കുന്ന കുഞ്ഞുങ്ങളെ ശപിക്കുന്ന മാതാപിതാക്കളുണ്ട്. There are parents who would curse the disobedient children. അരുത്, No. നിനക്ക് ദൈവത്തിൽ അടി കിട്ടും. God, we will be beaten by God. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കല്ലാതെ ഒരിക്കലും ശപിക്കുന്ന ഒരു വാക്ക് മാതാപിതാക്കളുടെ വായിൽ വരാൻ പാടില്ല. Never, no words of curse should proceed out of the mouth of the parents, but they should only bless your children. ബുദ്ധികേടോ അനുസരണക്കേടോ കുഞ്ഞുങ്ങൾ കാണിച്ചാൽ അവർക്ക് ബുദ്ധിപദേശം കൊടുത്ത് അവരെ സ്നേഹിക്കണം. Even though your children are disobedient or do anything foolishly, then you have to give them some instructions and love them. അവർക്ക് വേണ്ടി മുഴങ്കാലെ ഇരിക്കണം. You have to be on your knees for them. അങ്ങനെയുള്ള തലമുറ അനുഗ്രഹിക്കപ്പെടും. That generation will be blessed. അനുസരണക്കേടൊക്കെ മാറ്റും. They disobedience, everything നല്ല will be gone. കുഞ്ഞുങ്ങളായിട്ട് മാറും. They will become good children. ചിലപ്പോൾ മാതാപിതാക്കൾക്കെതിരായിട്ട് കുഞ്ഞുങ്ങൾ സംസാരിച്ചേക്കാം. Sometimes the children would speak against the parents. ഒരിക്കലൊരു പൈതൽ എന്നോട് പറയാണ്, Once a child told me, ഞാൻ ഇറങ്ങി പോകുമ്പോൾ when I go out, എന്റെ അമ്മ പറയും, my mother will say, അവൻ തിരിച്ചു വരല്ലേ കർത്താവേ. he should not come back, O Lord. ഇങ്ങനെ പറഞ്ഞാ വിടുന്നേ. It's enough to say so. അവൻ നശിച്ചു പോയാ മതി. It is enough for him to അവൻ perish. ഇങ്ങനെ തിരിച്ചു വരല്ലേ കർത്താവേ. He should not come back, O Lord. ഇതാണ് എന്റെ അമ്മയുടെ അനുഗ്രഹം എന്ന് ആ പൈതൽ പറഞ്ഞു. The child would say, this is how my mother would say. ആ പൈതൽ എങ്ങനെ നന്നാവും? How the child would become ആ good. പൈതൽ എങ്ങനെ ശ്രേഷ്ഠരായി തീരും? How the child become ആ excellent. പൈതൽ എങ്ങനെ ഉയരും? How can the child become exalted? അതിന് വേണ്ടി അതിന് പകരമായിട്ട് But instead of that, ആ പൈതലിന് വേണ്ടി മുഴങ്കാലി ഇരിക്കണം. you should be on your knees for the child. അത് അവൻ അനുഗ്രഹിക്കപ്പെടും. Thereby he will be blessed. ദൈവത്തിന് സ്തോത്രം. Praise be to God. പ്രാർത്ഥന ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ്. Prayer is inevitable in our life. അപ്പോസ്തലപ്രവൃത്തി 10:2 Acts of Apostles chapter 10 and verse 2. അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ആരാണ്? Cornelius. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു കുടുംബം. He was a poor man. He always prayed to God. ദൈവത്തിന് സ്തോത്രം. Praise be to God. എപ്പോഴും പ്രാർത്ഥിക്കുന്ന അനുഭവം. Always praying. അതാണ് രാജ്യന്റെ ലക്ഷണം. And this is a sign of a spiritual man. എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുക. Always praising God. എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുക. Always praying. ആര് നമുക്കെതിരായി സംസാരിച്ചാലും praise the Lord, praise the Lord എന്ന് പറയാനുള്ള വാക്ക് നമുക്കുണ്ടാകണം. The words praise the Lord should proceed out of your mouth, even though if someone speak ill of you. ദൈവത്തിന് സ്തോത്രം. Praise be to God. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥന അനുഭവം നമ്മുടെ ജീവിതത്തിൽ വിജയമാണ്, അനുഗ്രഹമാണ്. Beloved children of God, the experience of prayer is a blessing and also victory in our life. 1 തെസ്സലോനിക്കർ 3:10 First Thessalonians chapter 3 and verse 10. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. വളരെ താഴ്മയോട് പ്രാർത്ഥിച്ചു പോകുന്നു. We pray very exceedingly. എങ്ങനെ പ്രാർത്ഥിക്കണം? How we should pray? താഴ്മയോട് പ്രാർത്ഥിക്കണം. Humbly you have to pray.
താഴ്മയോടാണോ പ്രാർത്ഥിക്കുന്നത്? Are you praying with humility? വൈരാഗ്യത്തോടാണോ പ്രാർത്ഥിക്കുന്നത്? Or are you owing grudge in that time? പ്രതികാര മനസ്സോടാണോ പ്രാർത്ഥിക്കുന്നത്? Is it with a revengeful heart? കോപത്തോടാണോ പ്രാർത്ഥിക്കുന്നത്? Is it with anger? കർത്താവേ, അവളെ ശരിപ്പെടുത്തണം, Oh Lord, you have to correct her. അവനെ തൊടണം, You have to touch him. അവനെ തൊടണം, You have to touch him. അവനെ അടിക്കണം You should beat him. എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. And there are some more praise so. നിനക്ക് ചിലപ്പോൾ നിനക്കെതിരായിട്ട് ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ, If anyone speak against you anything, അവിടെ പേര് പറഞ്ഞിട്ട് നീയും അവനെ തകർക്കണം കർത്താവേ, അവനെ തൊടണം കർത്താവേ, അവനെ വെച്ചേക്കരുത് കർത്താവേ എന്നൊക്കെ പറയുന്നവരുണ്ട്. there are some uttering their name, they will pray unto the Lord, oh Lord, touch him, oh Lord, destroy him, oh Lord. കർത്താവ് ഇത് കേട്ടൊക്കെ ചിരിക്കും കേട്ടോ. കർത്താവ് ഇത് കേട്ട് ചിരിക്കും. God will laugh hearing it. യവനെ പോലെ ഭോഷൻ ആരുണ്ട്? Who is the foolish like him? ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, എന്ന് നീ എങ്ങനെ പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ചിട്ട് ദൈവം നമ്പരാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. Even though you pray so, Lord God will never do it so. അവൻ കരുണയുള്ളവനാണ്, He is a God of mercy. അവൻ മനസ്സരിയുള്ളവനാണ്. He is a God of compassion. അങ്ങനെയെങ്കിൽ അവൻ കരുണാസമ്പന്നനായിരിക്കുന്നതുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ട് ദൈവം നമ്പരാൻ ചെയ്യത്തില്ല. Because he is plenteous in mercy, answering your prayer, God will not do so to him. അല്ലെങ്കിൽ പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാരായിരിക്കണം. Or we should be the saints of the Old Testament. അവിടെ പഴയ നിയമത്തിൽ വിശുദ്ധന്മാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അടിച്ചാ അടിക്കണം, പല്ലി കളഞ്ഞാൽ പല്ലി കളണം, കൈ വെട്ടിയാൽ കൈ വെട്ടണം, കാല് വെട്ടിയാൽ കാല് വെട്ടണം. ഇതായിരുന്നു പഴയ നിയമ പ്രമാണം. As per the Old Testament, if you are beaten, you have to beat. If they have broken your leg, then their leg also should be broken. In this word, you have to take revenge. അത് പഴയ നിയമം. This is the Old Testament. ദാവീദ് മരിക്കുന്നതിന് മുമ്പായിട്ട് സലോമോനെ വിളിച്ചിട്ട് പറഞ്ഞു, Before David's death, he called his son Solomon and said, രണ്ടുമൂന്ന് കാര്യം പറഞ്ഞു. 2 or 3 things he said. ശിമിയെ വിളിച്ചിട്ട് നീ അവനെ ഇത് ചെയ്യരുത്, ഇപ്പം ചെയ്യരുത്, എങ്കിലും അവന്റെ രക്തത്തെ പാതാളത്തിൽ എന്നാൽ നീ അവനെ ശിക്ഷിക്കാതെ വിടരുത്. നീ ബുദ്ധിമാനല്ലോ, അവനോട് എന്ത് ചെയ്യണമെന്ന് നീ അറിയും. അവന്റെ നരയെ രക്തത്തോടെ പാതാളത്തിലേക്ക് അയക്കുക. അയക്കണം. But thou his whole hair bring thou down to the grave with blood. ഇത് പറഞ്ഞിട്ടാ ദാവീദ് മരിക്കുന്നത്. ഇത് പറഞ്ഞിട്ടാണ് ദാവീദ് മരിക്കുന്നത്. And saying this David died. നമ്മുടെ പ്രാർത്ഥന അതല്ല. And this is not our prayer. കർത്താവേ ക്ഷമിക്കണമേ. Oh Lord, please forgive. അതാണ് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞവർ. This is thou who stoned Stephen. ഇവിടെ പാപം നിർത്തലേ എന്ന് പ്രാർത്ഥിച്ചു. They prayed, oh Lord, remember not their sins. എന്ന് പറഞ്ഞാൽ ഇവരുടെ അകൃത്യം ഒരിക്കലും കണക്കിടലേ എന്നാണ് പ്രാർത്ഥന. Which means, oh Lord, consider not their iniquities. പ്രിയ ദൈവമക്കളെ, നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണം. Beloved children of God, we also should pray so. പ്രതികാരത്തോട് പ്രാർത്ഥിക്കരുത്. We should never pray with revenge. കോപത്തോട് പ്രാർത്ഥിക്കരുത്. We should never pray with anger. നമ്മുടെ സൗമ്യതയോട് പ്രാർത്ഥിക്കണം. We should pray with humbleness. സൗമ്യത മനോഭാവത്തോട് പ്രാർത്ഥിക്കണം. Meekly you have to pray. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. And that is what our God desires. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഒരു വാക്യോട് വായിച്ച് അത് ഞാൻ നിർത്താം. With one more verse I will stop that portion. 1 തിമോഥെയോസ് 5:5 വാക്യം. 1 Timothy chapter 5 verse 5. സാക്ഷാൽ വിധവയും ഏകാകിയുമായവൾ ദൈവത്തിൽ ആശ വെച്ച് രാപ്പകൽ യാചനയിലും പ്രാർത്ഥനയിലും ഉറ്റുപാർക്കുന്നു. She continueth in supplications and prayers night and day. എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് അങ്ങനെ കർത്താവ് പറയട്ടെ. Concerning you and me, let our Lord God say so. സമയം കിട്ടുമ്പോൾ മുഴങ്കാൽ മടക്കുന്ന വ്യക്തികളെയാണ് ദൈവം മാനിക്കുന്നത്. It is them that God would honor, all those who be on their knees when they get a little time. അത് ശുശ്രൂഷകരായാലും വിശ്വാസികളായാലും. Whether it be servants of God or believers. ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് രാവിലെ തിരിക്കുമ്പോൾ Today morning when I came from Kottarakara, ഇവിടെ എത്തുന്നവരെയും ഞാൻ ആത്മാവിൽ നിറഞ്ഞ് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. I was getting filled in the spirit and praised God and prayed till I reached here. ദൈവത്തിന് സ്തോത്രം. Praise be to God. പ്രിയ മക്കളെ, നമ്മുടെ നാവിന് വേറെ ഒന്നും കുഴപ്പമില്ലല്ലോ. Beloved children of God, there's nothing wrong with our tongue. സ്തോത്രം ചെയ്യണം. Keep on praising God. ആത്മാവിൽ നിറയണം. Filled in the spirit. അന്യഭാഷ സംസാരിക്കണം. Speaking in own tongues. ദൈവത്തെ സ്തുതിക്കണം. Praise God. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവികമായിട്ടുള്ള അനുഗ്രഹത്തിന് ഒന്നാമത് ചെയ്യേണ്ടത് പ്രാർത്ഥന. This is what we should do in order to receive this divine blessings. Firstly, we have to pray. ദൈവത്തിന് സ്തോത്രം. Praise be to God. രണ്ടാമതായിട്ട് Secondly, ഉൽപ്പത്തി പുസ്തകം Genesis 32:24 മുതൽ 29 വരെ വചനം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ദൈവികമായിട്ടുള്ള അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ മല്ല് പിടിക്കണം.
In chapter 32 and verse 24 to 29, we see, in order to receive divine blessings, he had to wrestle. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുമ്പോഴും അവനോട് മല്ല് പിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കുകയും യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ്സുതിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിന്റെ പേര് എന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചതിന്, യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. ദൈവീയമായിട്ടുള്ള അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നാം മല്ല് പിടിക്കണം. In order to receive divine blessings, you should wrestle. അഥവാ യുദ്ധം ചെയ്യണം. Or you have to fight. അല്ലെങ്കിൽ പോരാടണം. Or you have to strive. ദൈവത്തിന് സ്തോത്രം. Praise be to God. എന്നെ അനുഗ്രഹിക്ക ദയവായി ഇപ്പോൾ എന്നെ അനുഗ്രഹിക്ക, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനെന്നും നിന്നെ വിടുകയില്ല. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനെന്നും നിന്നെ വിടുകയില്ല. നമ്മൾ അങ്ങനെ പാടിക്കൊണ്ടിരിക്കാൻ എന്ത് സന്തോഷം അറിയാം. If you keep on singing so, what a great joy it എന്നെ അനുഗ്രഹിക്ക ദയവായി ഇപ്പോൾ എന്നെ അനുഗ്രഹിക്ക, എന്നെ അനുഗ്രഹിക്ക, ദയവായി ഇപ്പോൾ എന്നെ അനുഗ്രഹിക്ക, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനെന്നും നിന്നെ വിടുകയില്ല. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനെന്നും നിന്നെ വിടുകയില്ല. ദൈവത്തിന് മഹത്വം. Glory be to God. ഹല്ലേലൂയ. അനുഗ്രഹത്തിന് വേണ്ടി മല്ല് പിടിക്കണം, അല്ലെങ്കിൽ പോരാടണം. For a blessing you have to wrestle, or you have to strive. ഉൽപ്പത്തി പുസ്തകം 32:28 വാക്യം വായിക്കുമ്പോൾ, When we read from Genesis chapter 32 and verse 28, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. praise be to God. ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. Thy name shall be called no more Jacob but Israel, for as a prince hast thou power with God and with men and hast prevailed. ദൈവമക്കൾക്കെതിരായി, ദൈവമക്കളെ വിശുദ്ധിക്കെതിരായി, ഉയർച്ചയ്ക്കെതിരായി, അനുഗ്രഹത്തിനെതിരായി, നന്മയ്ക്കെതിരായി പോരാടുന്ന ശത്രുവിന്റെ ശക്തിയോട് ദൈവമക്കൾ പോരാടി ജയമെടുക്കണം. Children of God should strive against the power that worketh against the children of God, against their holiness, against the exaltation, and against all the benefits that they ought to receive from God. നമുക്ക് പോരാട്ടം കഴിക്കണം. We should strive. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിന്റെ Genesis chapter 49 25 വാക്യം, verse 25. നിൻ പിതാവിന്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും. സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിന്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിന്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിന്റെയും അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും. He will bless thee. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ In order to receive blessings, മല്ല് പിടിക്കണം, you should wrestle, അല്ലെങ്കിൽ പോരാടണം. or you have to strive. നമ്മുടെ അനുഗ്രഹത്തിൽ തടസ്സമായിരുന്ന ആ ശത്രുവിന്റെ ശക്തിയോട് നമ്മൾ പോരാടണം. We have to strive against that wicked power that is hindering our blessing. പ്രിയ മക്കളെ, അങ്ങനെ പോരാടുമ്പോൾ ശത്രു പരാജയപ്പെടും, നമുക്ക് ജയം ലഭിക്കും. Beloved children of God, when we strive so, our enemy will fail and we will have victory. നമുക്ക് പോരാട്ടമുള്ളത് For we have conflicts, രക്തങ്ങളോടല്ല, not against flesh and blood, വാഴ്ചകളോടും but against principalities, powers, സ്വർഗ്ഗങ്ങളുടെ ദുഷ്ടാത്മ സേനയോടും, against the rulers of the darkness of this world. ദൈവത്തിന് സ്തോത്രം. Praise be to God. സ്വർഗീയമായിട്ടുള്ള ദൈവീയമായിട്ടുള്ള അനുഗ്രഹം വേണ്ടാതെ ആരും വെക്കില്ല. No one will say, I do not want the heavenly or divine blessings. ഒരാള് നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിന്റെ അനുഗ്രഹം എനിക്ക് വേണ്ട എന്ന് പറയുമോ? Will we say, I do not want your blessing when a person who desires to bless us?
അതുകൊണ്ടാണ് ദൈവമക്കൾ വിദേശ രാജ്യങ്ങളിലും മറ്റൊക്കെ പോകുമ്പോൾ നടത്തിപ്പാരേക്ക് ഒന്ന് പ്രാർത്ഥിച്ചു പോകും. കർത്താവേ, എന്താണ് ദൈവമേ, അവരെ അനുഗ്രഹിക്കണമേ, യാത്രയിലെയും സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അയക്കുന്ന ആ അനുഗ്രഹമാണ്. And when our children of God they go abroad, they will come to the leaders and get prayed, and we will pray, oh Lord, bless them, be with them in their journey. When we pray in this manner, it will turn out to be a great blessing for them. എവിടെ പോയാലും പ്രാർത്ഥിച്ചേ പോകാം. Wherever you go, you should go with prayer alone. നമ്മുടെ കൊട്ടാരക്കരത്തെ വിശ്വാസി കുടുംബം, One of our believer family from Kottarakara, അവര് ദുബായി പോകുന്ന സമയത്ത് while going to Dubai, അവര് പോയ ഫ്ലൈറ്റിന് തീ പിടിച്ചു. that flight caught fire. എല്ലാവരും വാതിലെല്ലാം ഡോറൊക്കെ തുറന്നു. Every doors were opened. ഒരു എമിറേറ്റ്സ് ഒരു വാതിലുണ്ട്. There was an emergency exit. അവർ ചെയ്തെന്തറിയാമോ? Do you know what they did? അതിലേക്കൂടെ കുഞ്ഞുങ്ങളെ ആദ്യമേ എന്ത് ചെയ്തു? ഇറക്കി വിട്ടു. Firstly, they sent all the children പിന്നെ out to ഭാര്യ it, ഇറക്കി വിട്ടു. and then wife. ഭർത്താവിനെ ഇറക്കി വിട്ടു. ഭർത്താവ് ഇറങ്ങി. Husband also came out. അവിടുന്ന് ഓടി മാറി. And everyone flunked in that place. ഓടി ഈ നമ്മുടെ ഈ രണ്ടാമത്തെ മൂന്നാമത്തെ തൂണിന്റെ അവിടെ ചെല്ലുന്നതിന് മുമ്പായിട്ട് ഫ്ലൈറ്റ് കത്തി. But before they reached almost the space of the third pillar, that flight was already broken. കരഞ്ഞുകൊണ്ട് സാക്ഷി പറഞ്ഞു. With tears he was testifying. എങ്ങനെ അയച്ചെന്നറിയാമോ? Do you know how it was? കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണം. Oh Lord, preserve thy children. ഞാൻ സാധാരണ ദൈവമക്കളെ പ്രാർത്ഥിച്ച് അയക്കുമ്പോൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് അയക്കാറുണ്ട്. Usually when I send the children of God by prayer, I will cry for them and send them. നിന്റെ ഉള്ളം കയ്യിൽ അവരെ സൂക്ഷിക്കണം. Oh Lord, preserve them in thy hands, O Lord. അത് അനുഗ്രഹമാണ് ഈ മക്കൾ. And it is a blessing for them. അവർ നിങ്ങൾ എവിടെ പോയാലും ശുശ്രൂഷ അയക്കുമെന്ന് പ്രാർത്ഥിച്ചേ പോകണം. Wherever you go, come get prayed from the servants of God and go. അവിടെ സുരക്ഷിതത്വമുണ്ട്. There is safety. അവിടെ അനുഗ്രഹമുണ്ട്. There is blessings. നിശ്ചയമായും നമുക്കെതിരായി ശത്രുവ് പോരാടുമ്പോൾ ആ പോരാട്ടത്തിൽ ജയമെടുക്കുവാൻ നമ്മൾ മല്ല് പിടിക്കണം. When enemy would strive against us, in order to become victorious, we have to wrestle against him. ലൂക്കോസ് 13:24 വാക്യം. Luke the Gospel chapter 13 and verse 24. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ല താനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇടുക്കുവാതിലൂടെ പോരാടുവീൻ. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ. പലരും കടപ്പാൻ നോക്കും, കടപ്പാൻ നോക്കും, കഴിയുകയില്ലാതാനും. Strive to enter in at the straight gate, for many I say unto you will seek to enter and shall not be able. റോമാലേഖനം 15:31 വാക്യം. Romans 15:31. റോമർ 15:31. ഞാൻ ദൈവീഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് കൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പൗലോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയാണ്, ഞാൻ വന്നാൽ എന്നോടുകൂടെ നിങ്ങൾ പോരാടി പ്രാർത്ഥിക്കണം. Writing his epistle to the church, St. Paul says, when I come there, you also should strive together with me in your prayers to God. ചില സഭകളില്, in some churches, നമ്മുടെ സഭകളിൽ, in our churches, ദൈവമക്കളുണ്ട്. there are some children of God. അവര് ഫ്രീ ആയി സമയം കിട്ടുമ്പോൾ when they get free, അവര് ചില വ്യക്തി സഹോദരന്മാരെ കൂട്ടി ആരാധനഹാളിൽ വന്ന് ചെയ്യസനി കരയും. together with some other brothers, they will come to the meeting hall and cry. മുഴങ്കാലിൽ ഇരുന്ന് ദൈവസന്നിധി നിലവിളിക്കും. They will be on their knees and cry in God's presence. മക്കളെ ആദായപ്പെടുത്തുവാൻ, in order to gain souls, മക്കളെ രക്ഷിക്കുവാൻ, in order to save souls, ദൈവമക്കളുടെ ഉണർവിന് വേണ്ടി, for the quickening of the children of God, for the prosperity of the church, സൗഖ്യം ലഭിപ്പാൻ, for all the sick to be healed. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഈ കൊട്ടാരക സെന്ററിൽ ലോക്കലുണ്ട്. And there are some believers who pray so in our Kottarakara centers local too. കടമനാടിക്ക് അറിയാൻ വയ്യ. I do not know how it's in Kadamnad. ഇല്ല, ഉണ്ടായിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യണം. And if it's not found so, it should become so. ഇവിടെ സഭയിൽ കൂടുന്ന ദൈവമക്കളോട് എല്ലാം പറയാണ്, to all the children of God who are gathered here for the Sunday service, അല്പസമയം കിട്ടിയാൽ when you get little time, നിങ്ങൾ ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുക. go to God's presence and pray. നിങ്ങൾ രണ്ടുപേരായിരിക്കാം. You might be two. ദൈവം നിങ്ങളെ മാനിക്കും. God will honor you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. God will bless you. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. God will answer your prayer. നിങ്ങളുടെ പ്രാർത്ഥനയാൽ ആ സഭ അനുഗ്രഹിക്കപ്പെടും. Your assembly will
will be blessed because of your prayer. നമുക്ക് ശത്രുവിന്റെ പോരാടി ജയമെടുക്കാം. Let us all strive against enemy and become victorious. പോരാടി ജയമെടുക്കാം. Let us all strive against the wicked power and become victorious. മക്കളെ, അങ്ങനെ പോരാടുന്ന മലപിടിക്കുന്ന ദൈവമക്കൾക്ക് ദൈവികമായിട്ടുള്ള അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയും. All the children of God who strive so, all the children of God who wrestle so, they can receive divine blessings. ദൈവത്തിന്റെ മഹത്വം. Glory be to God. യൂദ 3-ാം വാക്യം വായിച്ചേ. Jude verse 3. യൂദ 3-ാം വാക്യം. പ്രിയരേ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് വിശ്വാസത്തിന് വേണ്ടി ദൈവമക്കൾ പോരാടണം. Children of God should earnestly contend for the faith. നമ്മുടെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി നമ്മൾ പോരാടണം, അല്ലെങ്കിൽ മല്ലുപിടിക്കണം. You have to strive, you have to wrestle in order to abide in the faith. വിശ്വാസത്തിൽ ദൈവമക്കളെ സൂക്ഷിക്കപ്പെടണം. Children of God should be preserved in faith. അങ്ങനെ സൂക്ഷിച്ചാൽ, if you are being preserved so, അങ്ങനെ പ്രാർത്ഥിച്ചാൽ, if you pray so, വെളിപ്പാട് പുസ്തകം 2:16 വായിക്കുമ്പോൾ, when we read the book of Revelation chapter 2 and verse 16, ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. I will strive against them. നീ മാനസാന്തരപ്പെട്. Repent. ഇല്ലെങ്കിൽ, if not, ദൈവം തമ്പുരാൻ വാളുമായി വന്ന് പോരാടും. Lord God will fight against you with a sword. ദൈവ കോപത്തിന് ഇരയായി തീരരുത്. And you should never become enslaved to the wrath of നമ്മൾ God. ദൈവകൃപയിൽ വളരണം. We should grow in the grace of God. ദൈവ സ്വഭാവത്തിൽ വളരണം. Grow in the divine natures of God. ദൈവ ശക്തിയിൽ വളരണം. Grow in the power of God. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. That's what our God desires. ദൈവികമായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി നാം എന്ത് ചെയ്യണം? What should we do in order to receive divine blessings? 1, പ്രാർത്ഥനാനുഭവം. You had to pray. 2, മല്ല് പിടിക്കണം. 2, you had to wrestle. അല്ലെങ്കിൽ പോരാടണം. Or you had to strive. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യണം, ദൈവികമായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പോരാടേണ്ട ദൈവമക്കളാണ്. Beloved children of God, we are the children of God who ought to strive for divine blessings always in our life. യാക്കോബ് സകലവിധമായിട്ടുള്ള അനുഗ്രഹമായിട്ട് മടങ്ങി വരുമ്പോൾ, Jacob, while returning with all his blessings which he got, അവന് എന്റെ ജ്യേഷ്ഠന്റെ അരികെ നിൽക്കണമെങ്കിൽ, now in order to stand before his elder, ദൈവത്താലുള്ള അനുഗ്രഹം പ്രാപിക്കണം. he need to receive the blessings from God. എല്ലാവരെയും കടത്തിവിട്ടു. He had to make everyone go out. യാക്കോബ് തനിയെ ശേഷിച്ചു. And he was left alone. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, And he said so. ദൂതൻ വായിച്ച് മല്ലു പിടിക്കുകയാണ്. And now he's wrestling with the angel. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. I will not leave thee go except thou bless me. ചില കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിച്ച് കുഞ്ഞുങ്ങൾ സാക്ഷി പറഞ്ഞല്ലോ, Some children who received the anointing testified, എനിക്ക് അനുഗ്രഹം പ്രാപിക്കണം. I want to receive a blessing. അതിന് ഉപവാസമെടുത്ത കുഞ്ഞുങ്ങളുണ്ട്. And there were children who fasted for ദൈവരെ it. മാനിച്ചല്ലോ, God did honor them. ദൈവരെ സഹായിച്ചല്ലോ, God helped them. ദൈവരെ അഭിഷേകം ചെയ്തല്ലോ. God anointed them. എത്ര വലിയ നല്ലവനാ ദൈവമാണ്. How good our God is. വാദിക്കുകയാണ്, They are arguing, മല്ലു പിടിക്കുകയാണ്. wrestling. എന്നെ സഹായിക്കണം, Help me. എനിക്കൊന്ന് അഭിഷേകം വേണം, I need anointing today. എനിക്ക് അനുഗ്രഹം വേണം, I need blessing. എനിക്ക് കൃപകൾ വേണം, I need graces. എനിക്ക് ദിവ്യമായിട്ടുള്ള ദൈവ നന്മകൾ എനിക്ക് വേണം. I need divine blessings. മല്ലു പിടിക്കണം. You have to keep on wrestling. എനിക്ക് എന്ത് വേണം? I need this. ഒരു ചെറുപ്പക്കാരൻ എനിക്കറിയാം, A youngster, I know, അവന് ജോലിയില്ലാതെ അവൻ നിലവിളിക്കുക. he did not have a good occupation. He was crying. ഏത് മീറ്റിംഗ് വന്നാലും കരയും. For any meeting when he would come, he will cry. പെട്ടെന്ന് All of a sudden, ഒരു വിസ അവന് ലഭിച്ചു. a visa he got. നല്ലൊരു A ജോബ്. very good job. ദൈവത്തിന് സ്തോത്രം. Praise be to God. പ്രിയ ദൈവമക്കളെ, അതിന്റെ രഹസ്യം എന്താ അറിയാമോ? Beloved children of God, do you know? ദൈവസന്നിധിയിൽ നിലവിളിച്ചു. He cried in God's presence. അങ്ങനെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. And he was crying with God and praying. മല്ല് പിടിച്ചു. Wrestling. എനിക്ക് തന്നേ മതിയാവും, I want it surely. എനിക്ക് ജോലി കിട്ടിയേ മതി. I need a job for sure. ഒരു പയ്യൻ ജോലിക്ക് വേണ്ടി മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി പോയി. And one of our boy, he went for a medical checkup before his job. ഒന്നാം പ്രാവശ്യം പോയപ്പോഴും ഔട്ട്. The first time he was out. രണ്ടാം പ്രാവശ്യവും കിട്ടിയില്ല. And second time also he failed. മൂന്നാം പ്രാവശ്യം എൻ്റെ അരികെ വന്നു. And the third time he came to me. ഞാൻ പറഞ്ഞു, കുഞ്ഞെ നീ എന്താ പോകുമ്പോ എനിക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാൻ. I told him, asked him, why did you come here and get prayed before going? എല്ലാം കറക്റ്റ് ആണ്. Everything was okay. അതിനകത്ത് ഉള്ളിൽ ഏതോ ഒരു ചെറിയ കറുപ്പ് പൊട്ട് കാണുന്നു. But a small black spot was found in him.
ഒന്നും വലിയ കാര്യമൊന്നുമില്ല. No, there's no much. പക്ഷെ അവര് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. But they did not give the certificate. ഞാൻ പ്രാർത്ഥിച്ചയച്ചു. I prayed and sent him. നീ താഴാൻ പറഞ്ഞു. I told him you have to humble yourself, cry. ദൈവസന്നിധിയിൽ മുഴുവൻ കാലും മടക്കി. Be on your knees in God's presence. ജീവിതത്തിലുള്ള കുറവുകളെ കണ്ടുകൊണ്ടേ. Admit all the faults in your life. ശത്രുവിനോട് നീ പോരാടും. Strive against the enemy. അങ്ങനെ ഞങ്ങൾ ചില നിമിഷം പ്രാർത്ഥിച്ചു. And I prayed for him. പോകാൻ പറഞ്ഞു. I told him you can go. ആ ഘട്ടം അവന് പാസ്സായി. And that time he got passed. മെഡിക്കൽ ഹിറ്റ്. He was medically fit. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ മെഡിക്കൽ ഹിറ്റ് ഓക്കെ പാസ്സായിരിക്കുന്നു. He got the certificate too and became medically fit. ദൈവമക്കളെ, നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തെങ്കിലേ ദൈവം തമ്പുരാൻ ചെയ്യൂ. Beloved children of God, only when we do that which we ought to do. മൂന്നാം പ്രാവശ്യം എന്നപ്പോൾ കറുപ്പ് കാണാനില്ല, വെളുപ്പ് കാണാനില്ല. For the third time when he went, neither the black spot nor white spot was there. എല്ലാം കറക്റ്റ്. Everything was okay. അതാര് മാറ്റി? Who changed it? കർത്താവ് സഹായിച്ചു. Lord God helped. ഇതുപോലെ ആയിരിക്കണം ദൈവമക്കളെ, നമ്മൾ പോരാടണം. Even so, beloved children of God, we have to strive. പോരാടുമ്പോൾ ദൈവം നമുക്ക് യുദ്ധം ചെയ്യും. When we strive, our God will fight for us. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവികമായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി In order to receive divine blessings, നമ്മൾ എന്ത് ചെയ്യണം? what should we do? മല്ല് പിടിക്കണം. We had to wrestle. മൂന്നാമതായിട്ട് Thirdly, പറയട്ടെ, 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 16, 17 വചനം. 2 Kings 3:16 and 17. 3-ാം അധ്യായം 2 രാജ 3-ന്റെ 16, 17. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ. അനേകം കുഴികൾ വെട്ടുവിൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. നിങ്ങൾ എന്താ പറഞ്ഞു? ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ. അനേക കുഴികൾ വെട്ടുവിൻ. നിങ്ങൾ കാറ്റു കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. വെള്ളം കൊണ്ട് നിറയണമെങ്കിൽ നീ കുഴിക്കണം. Valley to be filled with water, you had to dig. ഈ താഴ്വരയിൽ നീ കുഴിയെടുക്ക്. You had to dig this valley. അവിടെ സമൃദ്ധിയായി വെള്ളം കിട്ടും. In plenty you will have water. ദൈവികമായ അനുഗ്രഹത്തിന് ദൈവമക്കളെ ചെയ്യണമെങ്കിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. In order to receive divine blessings, we had to do that which we ought to do. അവിടെയാണ് ദൈവം മാനിക്കുന്നത്. There our God will honor. ദൈവത്തിന് സ്തോത്രം. Praise be to God. നിങ്ങൾ വെള്ളത്തിന് വേണ്ടി വാഞ്ചിക്കുന്നില്ലേ? Do you not desire to have water? നിങ്ങൾ എന്ത് ചെയ്യാ? What should you do? വിശ്വാസത്തോടെ താഴ്വരയിൽ കുഴിയെടുക്കുക. By faith you have to dig the valley. വെള്ളം കിട്ടും. You will get water. അനുഗ്രഹം കിട്ടും. Blessings you will get. നന്മ കിട്ടും. Blessing, benefits you will get. നിങ്ങളുടെ മാടുമാടുകളെല്ലാം കുടിച്ച് തൃപ്തിയാകും. Both ye and your cattle, your beasts, everything can drink it. ദൈവത്തിന് സ്തോത്രം. Praise be to God. ചിലര് കിണറ് ഒഴിക്കാനായിട്ട് ദൈവ ശുശ്രൂഷയുടെ കൊണ്ടുപോകാറുണ്ട്. Some will take the servants of God to their houses in order to dig for water the well. ഒരിക്കലും കിണറ് ഒഴിച്ചു. Once we went to dig a well. അതിനകത്ത് വെള്ളമൊന്നുമില്ല. There was no water. കല്ല. It was full of stones. അവര് ഉള്ള പൈസയെല്ലാം ചെലവഴിച്ച് ചെയ്തതാ. They spent a lot of money for it. അവരൊന്നുമില്ല. But nothing there. അവരെന്റെ എനിക്ക് ഒന്ന് പറഞ്ഞു. Told me. വെള്ളമില്ല. But we couldn't find water. കിണറ് ഒഴിച്ചു. We dig the well. വലിയ താഴ്ചയിലാണ് പോയിരിക്കുന്നത്. In great depths. പക്ഷെ വെള്ളമില്ല. But no water. ഞാൻ പെട്ടെന്ന് ഈ വചനം ഓർത്തു. Immediately I remembered this verse. ഞാൻ ആ കിണറ്റിലോട്ട് നോക്കി. I looked into the well. കരഞ്ഞു. Cried. കർത്താവേ, നിശ്ചയമായും ശിംശോൻ ദാഹത്താൽ വരഞ്ഞപ്പോൾ ലേഹിയിൽ ഒരു കുഴി പിളർമരാക്കി വെള്ളം പുറപ്പെട്ട് കുടിച്ച് ചൈതന്യം പ്രാപിച്ചല്ലോ. ഈ കിണറ്റിൽ നിന്ന് വെള്ളം സമൃദ്ധിയായി കൊടുക്കണമേ. I prayed unto the Lord, O Lord, Samson, when he was very thirsty at Lehi, thou digged a well and gave him lot of water. Even so let it happen in this well also. ഞാൻ ഒരു തുള്ളി കണ്ണുനീര് ഒഴിച്ചു. Just a drop of tears also I shed. ആ കണ്ണുനീര് താഴെ പോയോ, തൊടി പറ്റിയോ, താഴെങ്കിൽ അങ്ങ് എത്തിയോ, മുകളിൽ നിന്നോ ഒന്നും അറിയാൻ വയ്യ. I do not know where the tears went. Perhaps it might have gone into the well. ഞാൻ മിണ്ടാതെ പോയിരുന്നു. And silently I left. വെള്ളം കിട്ടുമെന്നും കിട്ടിയെന്നൊന്നും പറയാൻ പോയില്ല. I never told them that you will find water or not. ഞാൻ ഇനി പോയിരുന്നു. I came back.
വീട്ടുകാരെന്നെ പിറ്റേ ദിവസം വിളിച്ചു. And their family later called me. അപ്പച്ചാ കിണറ്റിൽ 10 തുടി വെള്ളം. But now we have water in abundance. ഒറ്റ രാത്രിയുണ്ട്. By single night. തടഞ്ഞിരുന്നായ ഉറവ പൊട്ടി പുറപ്പെട്ടു. And that fountain which was hindered, now it was ഒരു തുള്ളി കണ്ണീരൊഴിച്ചാൽ നിന്റെ ഈ മക്കളെ തടസ്സങ്ങളെല്ലാം നീക്കും. If you shed a drop of tear, then all the hindrance will be removed. അതാണ് ദൈവത്തിന്റെ വഴി. And that is the way of God. അത്ഭുതങ്ങളുടെ ദൈവമല്ലേ? Is it not of God, a God of നീ miracles? വെള്ളം കാണണ്ട. You did not see water. കുഴിയെടുക്ക്. Just dig. അവിടെ വെള്ളം വരും. There water will be there. എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് വേണ്ടി മാത്രമല്ല ഈ മക്കളെ ദൈവികമായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടിയുള്ളായ അനുഭവമാണ്. Not only literal water, but also in order to receive divine blessings. വിശ്വാസത്താൽ By faith. ദൈവത്തോട് പ്രാർത്ഥിക്ക്. Pray to God. ദൈവം എല്ലാം നിറവേറ്റി തരും. God will fulfill everything. വിശ്വാസത്താൽ By faith. കണ്ടു വിശ്വസിക്കല്ല, Not seeing and believing. കാണാതെ വിശ്വസിക്കുന്ന ഒരു ഭാഗ്യവാൻ. Blessed are they that believe without seeing. നിങ്ങൾ വിശ്വാസത്തോടെ കുഴിവെട്ട്. By faith you have to dig. വിശ്വാസത്തോടെ പുറപ്പെട്. By faith you can go forward. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. By faith pray. അവിടെ അനുഗ്രഹം ഉണ്ട്. There is blessing. ചില രോഗശാന്തിക്ക് വേണ്ടി എന്നെ പ്രാർത്ഥിക്കും. Some will pray for healing. ഞാനൊരു 10 ദിവസം പ്രാർത്ഥിച്ച് നോക്കട്ടെ. For 10 days let me pray and see. 10 ദിവസം പ്രാർത്ഥിച്ച് നോക്കട്ടെ. 10 days let me pray and see. സൗഖ്യം കിട്ടും നോക്കട്ടെ. Let me see whether I will be healed. ഇല്ലെങ്കിൽ If not, അതാണ് തെറ്റായ വാക്ക്. and that is the wrong word. ഇല്ലെങ്കിൽ If not, 10 ദിവസം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ even after praying for 10 days, if ഞാൻ എന്റെ വഴിക്ക് പോകും. then I will go to my ഞാൻ way. ഡോക്ടറെ കാണാൻ പോകും. I will go behind a നീ doctor. ഡോക്ടറെ തന്നെ കാണാൻ പോകും. I will go and see a doctor. ഒരിക്കലും നിനക്ക് സൗഖ്യം കിട്ടത്തില്ല. Never you will be healed. എന്ത് പറയണം? What you should say? എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, For me to live is Christ, മരിക്കുന്ന ലാഭം. to die is gain. ജീവിച്ചാലും മരിച്ചാലും യേശു മതി. Whether I live or die, Jesus is sufficient for me. എനിക്ക് ലഭിക്കുമ്പോൾ ഞാൻ കാത്തിരിക്കും. I am waiting till I get it. എനിക്ക് സൗഖ്യം ലഭിക്കുന്നവരെ ഞാൻ കാത്തിരിക്കും. I will wait till I am healed. അല്ല, എനിക്ക് ഈ രോഗത്തോട് ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. If I die with a sickness, let me die so. ഞാൻ എന്തായാലും കർത്താവിന്റെ മുഖത്തേക്ക് കാത്തിരിക്കും. But I will look upon the face of my God alone. കർത്താവ് ഇറങ്ങി വരും. God will descend. നിന്റെ ശരീരത്തെ തൊടും. He will touch your body. നിന്നെ സൗഖ്യമാക്കും. He will heal you. അങ്ങനെ കർത്താവിന്റെ കരത്തൊട്ട് സൗഖ്യമാക്കിയ സൗഖ്യം പ്രാപിച്ച ദൈവമക്കൾ മാത്രം കരങ്ങുയർത്തി അടിയനെ പറയാമോ? എത്ര ദൈവമക്കൾ? Many children of God. എത്ര പേർ? Many. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God bless you all. ഇനിയും നിങ്ങളെ സഹായിപ്പാൻ കർത്താവ് കൂടെ ഉണ്ട്. And henceforth also, in order to help you, God is with you. വിശ്വാസത്തോടെ കുഴിവെട്ട്. By faith you can dig the well. അവിടെ വെള്ളം പുറപ്പെടും. There water will come out. സമൃദ്ധിയായി വെള്ളം ലഭിക്കും. In abundance you will get water. സമൃദ്ധിയായ അനുഗ്രഹം ലഭിക്കും. Abundant blessings. വിശ്വാസത്തോടുകൂടി വേണം. By faith. അവിശ്വാസം ഉണ്ടാകരുത്. There should not be unbelief. ദൈവത്തിന് സ്തോത്രം. Praise be to God. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത്. Wicked heart of unbelief should not be found in any of you. വായിച്ചാട്ടെ. എബ്രായർ 3:12 സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. Take heed, brethren, lest there be in അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, an evil heart of unbelief. ദൈവമക്കളെ, വിശ്വാസത്തോടെ കുഴിവെട്ട്. By faith you should dig a pit. അവിടെ അനുഗ്രഹമുണ്ട്. There is blessing. അവിടെ നന്മയുണ്ട്. There is benefits. അവിടെ പുരോഗതിയുണ്ട്. There is prosperity. നിനക്ക് ഉയർച്ചയുണ്ട്. There is flourishing. നിനക്ക് സൗഖ്യമുണ്ട്. You have healing there. അത് നമുക്ക് ദൈവം നമ്മുടെ ദൈവം നിൽക്കുന്ന വാഗ്ദത്തമാണ്. And this is the promise which our God has given us. കർത്താവ് ഒരിക്കലും കൈവിടത്തില്ല. God will never forsake you. ദൈവികമായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ് ഞാൻ പറയുന്നത്. I am telling you regarding the readiness we should have in order to receive divine blessings. അടുത്തതായിട്ട് Nextly, ദൈവികമായിട്ടുള്ള അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ in order to receive divine blessings, എന്ത് ചെയ്യണം? what should we do? 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 3-4 2 Kings 4:3-4. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. ദൈവത്തിന് Praise be to God.
അവിടെയുള്ള ദൈവീയമായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രവാചകൻ ഇപ്രകാരം പറയുന്നു: നിന്റെ ബുദ്ധിമുട്ട് മാറുവാൻ, ഞെരുക്കങ്ങൾ മാറുവാൻ, കടബാധകൾ മാറുവാൻ, എല്ലാ പരാജയങ്ങളും മാറുവാൻ നീ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? നിന്നിലുള്ള എണ്ണ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വെറും പാത്രങ്ങൾ വയ്ക്കണം. Here the prophet is telling her, for your debts, to be free from your debts, to be free from all your difficulties, all your wants and all your sorrows and all your problems, what should you do? You had to, and in order to fill all the oil bottles, you had to keep empty vessels aside. വെറും പാത്രം, Empty vessels. ദൈവത്തിന് സ്തോത്രം. Praise be to God. ആ വെറും പാത്രത്തിൽ നിറഞ്ഞ് മാറുകയാണ്. The empty vessels are filled and thereby set apart. നാം ദൈവസന്നിധി വരുമ്പോൾ When we come to God's presence, വെറും പാത്രമായിട്ട് വരണം. come as empty vessels. ഒഴിഞ്ഞ പാത്രമായിട്ട്. Be as empty vessels. എങ്കിൽ മാത്രമേ Only then കർത്താവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നന്മകൾ നിനക്ക് പ്രാപിപ്പാൻ കഴിയുള്ളൂ. you can receive all the divine blessings from God. കർത്താവ് നിങ്ങളെ നമ്മെ എല്ലാവരെയും നിറയ്ക്കുവാൻ, അനുഗ്രഹിപ്പാൻ, കൃപകളാൽ നിറയ്ക്കുവാൻ, വരങ്ങളാൽ നിറയ്ക്കുവാൻ, സകല അനുഗ്രഹം നൽകുവാൻ തക്കണം അവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹത്തോട് വന്നിട്ടുണ്ട്. Our God has come into our midst with abundance of blessing in order to bless us with all kinds of blessings, with all kinds of benefits, and also with all kinds of gifts and talents. ദൈവത്തിന് മഹത്വം. Praise be to God. ദൈവമക്കളെ, നമ്മൾ ആരാധിക്കണം? Beloved children of God, whom should we be? 4:6 ഒന്ന് വായിച്ചേ. Chapter 4 and verse 6. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. ദൈവമക്കളെ, ആ പാത്രം ഇല്ല എന്ന് പറയുന്നത് തൃപ്തിയുടെ അനുഭവമാണ്. There is not a vessel more, which means you are satisfied with it. മതി. Enough. ഇവിടെ മീറ്റിങ്ങിനൊക്കെ കൊടുത്ത് ആരാധനയ്ക്കൊക്കെ ഇരിക്കുമ്പോഴേ when we sit for worship, 2 അന്യഭാഷ പറയും. we'll speak to unknown tongues. നല്ല കൈ അടിക്കും. Clap your hands well. അത് ചെയ്യും, അങ്ങ് നിർത്തും. We'll stop it. ഞാൻ ഈ ദിവസങ്ങളില് ചില സൗകര്യമാരെ ഞാൻ ശ്രദ്ധിച്ചു. In these days, I was watching some sisters and brothers. ശരിക്ക് കൈയടിച്ച് Very well they were clapping their hands. Very well they were getting filled in the spirit. നിർത്താതെ Without stopping. ശരിക്ക് ആത്മാവ് നിറഞ്ഞു. Very well they were rejoicing. ദൈവമക്കളുണ്ട്. And there are some children of അവരൊക്കെ God. ചിലരൊക്കെ ഈ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. And some are here in the front. ഞാൻ ശ്രദ്ധിച്ചു. And I was watching it. ശരിയായിട്ട് ആത്മാവ് നിറഞ്ഞു. Very well they were rejoicing in the spirit. ആ ആത്മാവ് നിറയുന്ന ദൈവമക്കളെ വീണ്ടും കൃപകളും വരങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ദൈവം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. And to that children of God who are worshiping God so in the spirit, our God will keep on blessing them with all kinds of gifts and talents. അവർക്ക് പുതിയ ഭാഷകൾ ദൈവം കൊടുക്കും. God will give them new tongue. നമ്മൾ ഒരിക്കലും ഉടഞ്ഞ പാത്രമായി മാറരുത്. Never we should become a broken vessel. നമ്മൾ എന്താണ് മാന്യമായ പാത്രമായിട്ടിരിക്കണം. We should become honorable vessels. 31 സംഗീതത്തിലെ 12 വാക്യവും Psalm 31 and verse 12. ഉടഞ്ഞ പാത്രത്തിൽ എണ്ണ പകർന്നാൽ എങ്ങനെ ഇരിക്കും? How would it be if it pour oil into a broken vessel? ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ഞാൻ ഉടഞ്ഞ പാത്രം പോലെ. I am like a broken vessel. ഉടഞ്ഞ പാത്രത്തിൽ എത്ര പകർന്നാലും അതിനകത്ത് പാത്രത്തിൽ നിറയാൻ കഴിയുമോ? How much ever you fill a broken vessel, how long you can fill it? അത് എണ്ണ പകരുന്ന എല്ലാം ചോർന്നു പോകും. And all the oil which you pour in it will be out. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അങ്ങനെ ഉടഞ്ഞ പാത്രമായിരിക്കുന്നവരുണ്ടെങ്കിൽ, is there be anyone here seated here found as a broken vessel? എന്താണ്? What is it? അത് പരാജയം നിങ്ങൾ സമ്മതിക്കണം. You had to admit your failure. കുശവന്റെ കയ്യിലെ കടിമണ്ണാണെങ്കിൽ, if you are a clay in the hands of the potter, കടിമണ്ണ് എന്താണ് മനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, while he is molding it, കയ്യിൽ ഉടഞ്ഞു പോയാൽ, if it is broken in his hands, ആ കടിമണ്ണായിരിക്കുന്ന സമയത്ത് as long as it is a clay, അതിന് രൂപാക്കെടുക്കാൻ കഴിയും. and he can change it as another vessel. എന്താണ് അർത്ഥം? What does it mean? നീ ദൈവകൃപയിൽ ജീവിക്കുന്ന കാലത്തോളം, as long as you live in the grace of God, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും പരാജയങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവ് ക്രമീകരിക്കും. if there be any failures in your life, our God will make it right. പ്രത്യാശയോടെ ജീവിക്കുന്ന കാലത്തോളം, as long as you live hopefully, നിന്നെ നിശ്ചയമായി രൂപാന്തരപ്പെടുത്തും. surely your God will transform you. ഈ പിന്മാറ്റാവസ്ഥയിലാണോ, if you have got backslidden, ഉടഞ്ഞ പാത്രമാണോ, or you a broken vessel, ഒരിക്കലും രൂപാന്തരപ്പെടുത്താൻ കഴിയില്ല. you can never be transformed. അതേ നന്നാക്കാൻ കഴിയില്ല. you can never be molded again. നമ്മൾ ആരും ഉടഞ്ഞ പാത്രം പോലെ ആകരുത്. none of us should be found as a broken vessel. നമ്മൾ ആരായിരിക്കണം? how should we be? കുശവന്റെ കയ്യിലെ കടിമണ്ണ് പോലെ. we should be found as a clay in the hands of the potter. യിരെമ്യാ 18
നാലാം വായിക്കും. കുശവൻ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. മറ്റൊരു പാത്രമാക്കി മാറ്റി. Made it as another vessel. കുശവന്റെ കയ്യിൽ ഇരിക്കുന്ന പാത്രമാണോ, നിശ്ചയമായും നിന്നെ മാനപാത്രമായി മനയുവാൻ കഴിയും. Are you found as a pot in the hands of the potter? Then your God is able to mold you as an honorable vessel. നീ കർത്താവിന്റെ സന്നിധി താഴ്മയോടെ അവന്റെ കയ്യിലിരിക്കുന്നുവോ, നിന്നെ നിശ്ചയമായും അവൻ മനയും, അവൻ നിന്നെ രൂപാന്തരപ്പെടുത്തും, ഒരു പുതിയ പാത്രമാക്കി മാറ്റും. Our God will mold you and He will transform you and He will make you as a new vessel if you are found as a vessel in the hands of the potter. അതുകൊണ്ട് ദൈവമക്കൾ ദൈവസന്നിധിയിൽ താണിരിക്കണം. Therefore we the children of God should humble ourselves in God's hands. ദൈവസന്നിധി താഴ്മയോടെ ഇരിക്കണം. You should be in God's presence in humility. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. That is what our God desires. ദൈവത്തിന് മഹത്വം. Glory be to God. പ്രിയ ദൈവമക്കളെ, നമ്മെ ഒരു മാനപാത്രമാക്കി തീർക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Beloved children of God, our God desires to make us honorable vessels. അഥവാ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമായി മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Or our God desires us to change us as a chosen vessel. അപ്പോസ്തലപ്രവൃത്തി Acts the Apostles 9 chapter 9 15 വാക്യം. verse 15. കർത്താവ് അവനോട് നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രം, A chosen vessel of mine. പ്രിയ മക്കളെ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമായി ഞാനും നിങ്ങളുടെ മാറട്ടെ. Beloved children of God, let I and you become a chosen vessel of God. അതാണ് മാനപാത്രം. And that is an honorable vessel. ഹീനപാത്രമല്ല, That is not weak vessel. മാനപാത്രമാണ്. It is an honorable vessel. നീ ദൈവത്തിൽ വരുമ്പോൾ നിശ്ചയമായി മാനപാത്രമായിരിക്കണം. When you come to God's presence, you should be surely found as an honorable vessel. ഒഴിഞ്ഞ പാത്രമായിരിക്കണം. Not, it should be an empty vessel. ഞാൻ ഒന്നുമില്ല കർത്താവേ, I'm nothing, O Lord. ഞാൻ ഏതുമില്ല കർത്താവേ, I'm nothing, O Lord. ഒന്നും പ്രശംസിപ്പാനില്ല കർത്താവേ, Nothing to glory. എനിക്ക് പുകഴുവാൻ ഒന്നുമില്ല, Nothing to boast. പ്രശംസിപ്പാൻ ഒന്നുമില്ല, Nothing to glory. നീ തന്നതല്ലാതെ ഒന്നുമില്ല, Nothing but which thou hast given നീ me. നിർത്തിയതല്ലാതെ ഒന്നുമില്ല, Thou hast made me stand. എന്നെ സഹായിച്ചല്ലാതെ ഒന്നുമില്ല. Unless thou help me, I can do ഈ nothing. വർഷത്തിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെയും എന്റെ ദൈവം നടത്തിയല്ലാതെ എനിക്കൊന്നും പറയുവാനില്ല. Right from the beginning of this year, there's nothing for me to say that my God has led me thus far. അങ്ങനെ കരങ്ങൾ വെച്ച് രാജ്യം പറയാമോ? നാം നിന്നതല്ല ദൈവമക്കളെ, കർത്താവ് നമ്മെ നിർത്തിയതാണ്. Not we have stood, but our God has made us stand. നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, Nothing for us to glory. നമുക്ക് പുകഴുവാൻ ഒന്നുമില്ല. Nothing for us to boast. ഞാനും നിങ്ങൾ ദൈവത്തിന് മുൻപിൽ മാനപാത്രമായി തീരുവാൻ കർത്താവ് Our ആഗ്രഹിക്കുകയാണ്. God desires that I and you should be found as honorable vessels before God. ഹീനപാത്രമല്ല, Not a vile vessel, മാനപാത്രം. an honorable vessel. ദൈവം അംഗീകരിക്കുന്ന A പാത്രം, vessel that God would approve. ദൈവം മാനിക്കുന്ന പാത്രം, A vessel that God would honor. ദൈവം ദൈവമക്കളെ നിന്നെ ഉയർത്തുന്ന പാത്രം. Beloved children of God, a vessel to be uplifted. മാന്യപാത്രത്തിൽ സകല കൃപകളും പകരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. And our God is said to fill the honorable vessel with all graces. ഒരു പാത്രമായി വന്ന If you come with an empty vessel, ചേച്ചിയുടെ എല്ലാം ദൈവം അനുഗ്രഹിച്ചു. everyone of God is blessed. എന്നാൽ ചില വ്യക്തികൾ അനങ്ങാതിരിക്കുന്നവരുണ്ട്. But some were silent. മതി, Okay, let it be so. ഞാൻ എത്ര വർഷങ്ങൾക്ക് മുമ്പായിട്ട് മറുഭാഷ പറഞ്ഞതാ. Years back I spoke in our own tongues. ഇന്നോ But today, ഇല്ല. no. അങ്ങനെയല്ല ദൈവമക്കളെ, Not so, beloved children of കർത്താവിന്റെ God. വരവരെയും അതിനെ പുതുക്കിക്കൊണ്ടിരിക്കണം. Till the coming of the Lord, you should keep on renewing it. മരിക്കുന്നവരെയും അതിനെ പുതുക്കിക്കൊണ്ടിരിക്കണം. Till death, you have to renew it. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമ്മൾ പ്രത്യാശയോട് മരിക്കണം. Hopefully, we should die. പ്രത്യാശയോട് സന്തോഷിക്കണം. Hopefully, we should rejoice. പ്രത്യാശയോട് ജീവിക്കണം. Hopefully, we should live. എന്താ പ്രത്യാശ? What is our hope? യേശു വരും, Jesus will come, ഞാൻ അവനോട് and കാണപ്പെടും. I will be with him. ആരാണ്? Who? മാനപാത്രം, An honorable vessel. നിറഞ്ഞ പാത്രം, A vessel which is full. അനുഗ്രഹത്തിന്റെ A പാത്രം. vessel of blessing. നിന്റെ കുടുംബത്തിലെ പരാജയം മാറ്റുവാൻ നിന്നെ ഒരു അനുഗ്രഹത്തിന്റെ പാത്രമാക്കി അയക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Our God desires to take away all the failures of your house, and in order to make you an honorable vessel. നീ മുഖാന്തരം കുടുംബം അനുഗ്രഹിക്കപ്പെടും. And through you, your family will be blessed. നീ മുഖാന്തരം സഭ അനുഗ്രഹിക്കപ്പെടും. And through you, your church will be നീ blessed. മുഖാന്തരം ദൈവമക്കൾ എല്ലാവരും ശ്രേഷ്ഠരായി മാറും. All the children of God will turn out to be excellent ones through you. അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, There's a blessing. If that be a person who bless,
അതാണ് ഏറ്റവും മഹത്വം. And that is a great glory. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഈ ദിവസങ്ങളിൽ നമ്മുടെ ദൈവത്തിന് ആലോചന അറിയിച്ചത് അനുഗ്രഹത്തെ കുറിച്ചാണ്. In these days the word of God was spoken to us regarding blessing. വായിച്ച കുറിവാക്യം നിങ്ങൾ ആർക്കെങ്കിലും പറയാമോ? Can anyone say what is the key verse? സങ്കീർത്തനം Proverbs 3:8 വാക്യം. Psalm 3 verse 8. നല്ല കുഞ്ഞുങ്ങള് ഓർമ്മയിരിക്കുന്നല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Okay, children, have them in mind. സ്തോത്രം. പ്രിയ മക്കളെ, സ്വർഗീയമായിട്ടുള്ള അനുഗ്രഹം നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Our God desires to fill us with divine blessings. ആർക്കാണ്? For whom? തന്നെത്താൻ താഴ്ത്തുന്നവന്. Those who humble themselves. 1 തെസ്സലോനിക്കർ 4:5 വാക്യം. 1 Thessalonians 4:5. 1 തെസ്സലോനിക്കർ 4:5. വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. എങ്ങനെ? ഏത് പാത്രം നേടേണ്ടത്? What vessel is needed? വിശുദ്ധീകരണത്തിലും In sanctification മാനത്തിലും and in honor. താന്റെ പാത്രങ്ങൾ നേടിക്കൊള്ളട്ടെ. Everyone should not possess your vessel. ദൈവത്തിന് സ്തോത്രം. Praise be to God. താന്റെ പാത്രങ്ങൾ നേടണം. You have to possess your vessel. പാത്രത്തെ ഞാൻ നേടണം. I should possess my vessel. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമുക്ക് എന്ത് ചെയ്യാം? ദൈവമക്കളെ, വെറും പാത്രമായി ദൈവസന്നിധിക്കാം. Beloved children of God, let us all be found as empty vessels in God's presence. ഒഴിഞ്ഞ പാത്രമായി. Let us all be empty vessels. കർത്താവേ, Nothing, O Lord. ഞാൻ താഴ്ത്തുന്ന I കർത്താവേ, humble myself, O Lord. താഴ്ത്തുന്ന കർത്താവേ, I humble myself, O Lord. തരണമേ കർത്താവേ. Give me the grace, O സകല Lord. അനുഗ്രഹത്താൽ എന്നെ നിറയ്ക്കണമേ Fill me കർത്താവേ. with all blessings, O Lord. സകല കൃപയാൽ നിറയ്ക്കണമേ. Fill me with all graces, O Lord. പ്രാർത്ഥനയോടെ മുഴങ്കാൽ മടക്കുന്ന ദൈവമക്കളെ, നിശ്ചയമായും ആരംഭം മുതൽ ദൈവത്തിന്റെ അനുഗ്രഹം നിനക്ക് തരും. Beloved children of God, who be on your knees in prayer in God's presence, right from the beginning, God will fill you with all blessings. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവം അവിടെ മാനിക്കും. God will honor us. നാം ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യുമ്പോൾ When we do that which we ought to do, ദൈവം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. God will do that which He had to do. ദൈവീയമായ വിടുതലിനും ദൈവീയമായിട്ടുള്ള അനുഗ്രഹത്തിനും നാം ഒരുക്കമായി മുമ്പോട്ട് വരണം. For divine deliverance and divine blessings, we should come forward with the preparation. ദൈവത്തിന് സ്തോത്രം. Praise be to God. അടുത്തതായിട്ട് Nextly, 2 രാജ 5 2 Kings chapter 5 10 വാക്യം. verse 10. 7 പ്രാവശ്യം മുങ്ങണം, അപ്പോൾ നിന്റെ ദേഹം ബാലിന്റെ ദേഹം പോലെയാകും. 7 times you should go and wash yourself, then the flesh shall come again to thee, and thou as a എലീശ child. ആളയച്ചു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കാം, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു. നീ ശുദ്ധനാകണമെങ്കിൽ 7 പ്രാവശ്യം മുങ്ങണം, 6 പ്രാവശ്യമല്ല, 7 പ്രാവശ്യം. For thou to be clean, you had to wash thyself 7 times, not 6. ഞാൻ ചിന്തിക്കുക, 6 പ്രാവശ്യം അവൻ മുങ്ങി നോക്കിയിട്ട് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. 6 times he dipped himself, but he found nothing happened. 7 ഒരു പ്രാവശ്യം കൂടെ ഉള്ളല്ലോ. But one more time, അവൻ ചെയ്തു. what did he do? എനിക്കൊന്ന് വൈരാഗ്യത്തോടെ മുങ്ങിക്കാണും. I think with enmity he would have dipped himself. പുറപുറിപ്പോടെ ആയിരിക്കാം മുങ്ങിയത്. It might be just simply for namesake he would have dipped himself. But somehow he. 7 പ്രാവശ്യം മുങ്ങി പൊങ്ങിയപ്പോൾ, But the 7th time when he dipped himself, അവന്റെ ദേഹം his flesh ബാലിന്റെ ദേഹം പോലെയായി. came like the flesh of a little child. പലരും 6 പ്രാവശ്യം മുങ്ങി നടക്കുക. Today many have dipped themselves 6 times. ചെയ്യുവാൻ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് പൂർണ്ണതയോടെ ചെയ്യണം. അതാണ് 7 കാര്യം. That which God has asked you to do it in perfection. That is 7 times. അടിസ്ഥാനം 7. Foundation 7. ദൈവമക്കളെ, 7 ദൈവത്തിന്റെ സഭയ്ക്കുള്ളായ ഉദ്യോഗസ്ഥന്മാര്, 5 ഉദ്യോഗസ്ഥന്മാർ. And there are 5 officials in the church of 7 God. പ്രമാണമാണ്. 7 laws. 9 പ്രവാചകന്മാര്. And 9 prophets. ഇങ്ങനെ ഓരോന്നുണ്ട്. One by one we can see so. 7 പ്രാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ 7 പ്രാവശ്യം ചെയ്യണം. That which you ought to do 7 times, you have to do 7 times. ദൈവസഭയുടെ പൂർണ്ണ പ്രാപിപ്പാൻ 7 പ്രാവശ്യം 7 ഉപദേശം നിങ്ങൾ സ്വീകരിക്കണം. Church of God to attain perfection, the 7 doctrines you have to receive. അവിടെ പൂർണ്ണതയുണ്ട്. There is a perfection in it. പ്രവാചകനും പറഞ്ഞു, Prophet said, നീ പോയിട്ട് യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു. you have to go and wash thyself in Jordan 7 times. അവൻ ആദ്യം ചിന്തിച്ചു, First he thought, ഞങ്ങളുടെ അടുത്ത് ഇതിനേക്കാൾ നല്ല തെളിഞ്ഞ നദിയുണ്ട്. and there are very good എങ്ങനെയല്ലേ? ദമ്മേശേക്കിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലേ?
അല്ലയോ? എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധനാകരുതോ എന്ന് പറഞ്ഞ് അവൻ ക്രോധത്തോടെ പോയി. He turned and went away in a rage. നീ ഇഷ്ടപ്രകാരം എവിടെയെങ്കിലും പോയി മുങ്ങുമല്ല. Not going and dipping yourself according to പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് മുങ്ങണം. You had to go to the place where the prophet has said. പ്രമാണത്തെ അനുസരിച്ചുകൊണ്ട് മുങ്ങണം. Obey the laws and thereby you have to dip yourself. ഉപദേശത്തെ അംഗീകരിച്ചുകൊണ്ട് മുങ്ങണം. Obey the laws of God and then ദൈവത്തിന്റെ ആലോചനയ്ക്ക് ഒത്തവണ്ണം കീഴ്പ്പെട്ട് നീ മുങ്ങണം. you should be under submission to the laws of God and according ദൈവത്തിന്റെ ആലോചന പ്രകാരം ജീവിക്കണം. according to the laws of God. അത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, Not according to our will, നമ്മുടെ വഴിയിലല്ല, not according to our way. നിന്റെ വിചാരങ്ങളെല്ലാം Thy ways, thoughts are not my ദൈവത്തിന്റെ thoughts, വിചാരം വേറെയാണ്. but God's thoughts are other. നിന്റെ ആലോചനയല്ല. Not your counsel. എന്താണ് ആലോചന? What is the counsel of God? അങ്ങനെയല്ലേ? യെശയ്യാവ് 55:8 ആ. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, ആ. നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, ദൈവത്തിന്റെ വഴി തിരഞ്ഞെടുക്കണം. Beloved children of God, choose the way of God. കർത്താവ് എന്ത് പറയുന്നുവോ What God says, അതുപോലെ ചെയ്യണം. do as it is. അവിടെ വിടുതലുണ്ട്. There is deliverance. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമുക്ക് ഇനി പല കാര്യം പറയാനുള്ളത് കൊണ്ട് ഞാൻ എന്റെ വാക്ക് മുമ്പോട്ട് പോട്ടെ. Let me press forward with my words. ദൈവത്തിന് സ്തോത്രം. Praise be to God. അടുത്തതായിട്ട് Nextly, യോഹന്നാൻ 11:39. John 11:39. യോഹന്നാൻ 11:39. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. ആ. മരിച്ചവന് സഹോദരിയായ മാർത്ത കർത്താവെ നാട്യം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട് യേശു എന്താ പറഞ്ഞത്? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം യേശു കാണുമെന്ന്. എന്താ പറഞ്ഞത്? What did Jesus say? കല്ല് നീക്ക്. Take away the stone. ഉയർപ്പ് നടക്കാൻ പോവുകയാണ്. Now resurrection is going to happen. നീ കല്ല് നീക്ക്. Take away the stone. അപ്പോൾ ഉയർപ്പുണ്ടാകും. Then he will come out. അവിടെ അനുഗ്രഹം ഉണ്ടാകും. There is blessing. അവിടെ ജീവൻ ഉണ്ടാകും. There is life. കല്ല് നീക്കേണ്ടതിനെ നാം തന്നെ നീക്കണം. You have to take away the stone. യേശു ഇറങ്ങി വന്ന് പറഞ്ഞു. Jesus. എന്താ പറഞ്ഞത്? What did Jesus say? നിങ്ങൾ കല്ല് നീക്ക്. Take away the stone. നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ That when we ought to do, when we do, ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. God will do which he has to do. പലപ്പോഴും നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. Very often we do not do which we ought to do. അതുകൊണ്ടാണ് ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത്. And therefore God is also not doing that which he ought to do. നാം പാലിക്കേണ്ടതും നാം ചെയ്യേണ്ടതായ ചില പ്രമാണങ്ങളും നിയമങ്ങള് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. Our God has given us some laws and ordinances to follow. അത് നമ്മൾ ചെയ്യുമ്പോൾ When we do it, ദൈവം ചെയ്യേണ്ടതെല്ലാം ഭംഗിയായി ചെയ്യും. God will do that which he should do very beautifully. ഇവിടെ എന്ത് ചെയ്യണം? What should we do? നമ്മുടെ കല്ലായ ഹൃദയത്തെ നമ്മൾ നീക്കണം. Our stony heart, we should take it away. എസെക്കിയേൽ 36:26 വാക്യം. Ezekiel 36:26. നീ കല്ല് നീക്കണം. Take away the stone. കഠിനമായ ഹൃദയത്തെ നീക്കണം. Your hardened heart, you have to take it അപ്പോൾ away. മാംസമായ ഹൃദയം നിനക്ക് തരും. Then he will give you a fleshy heart. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി കല്ലായ ഹൃദയം ഞാൻ നിന്റെ ജഡത്തിന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. മാംസമായ ഹൃദയം തരും. I will take the stony heart and give you a fleshy heart. കർത്താവ് ചെയ്ത കാര്യം എന്താണ്? This is what our God does. കല്ലായ ഹൃദയം നീക്കും. He will take away the stony മാംസമായ ജീവിതം. stony heart. He will give you a fleshy heart. മാംസം എന്ന് പറയുന്നത് നിർമ്മലമായ ജീവിതം. A fleshy, which means it is pure. കല്ലെന്ന് പറയുന്നത് Stone, കഠിന ഹൃദയം, hardened, കോപത്തിന്റെ ഹൃദയം, of anger, സാക്ഷ്യത്തിന്റെ ഹൃദയം, of strife, നീളത്തിന്റെ ഹൃദയം, of pride, വൈരാഗ്യത്തിന്റെ ഹൃദയം, of enmity, പിണക്കത്തിന്റെ ഹൃദയം, of grudge, ക്ഷമിക്കാത്ത ഹൃദയം, unforgiving heart, സ്നേഹിക്കാത്ത ഹൃദയം. unloving heart. ഇതൊക്കെ എന്താണ്? All these are കല്ലായ ഹൃദയമാണ്. stony heart. അത് നീ സമ്മതിക്കണം. Do you admit it? അതൊക്കെ നീ സമ്മതിക്കണം. You have to admit it. സമ്മതിച്ചാൽ If you admit it, കർത്താവ് ഇറങ്ങി വന്ന് God will come down. നിന്റെ കല്ലായ ഹൃദയത്തെ മാറ്റി He will take away the stony heart. നിനക്ക് മാംസമായ ഹൃദയം തരും. He will give you a fleshy heart. ഇവിടെ ലാസറിന്റെ ഉയർപ്പിന് വേണ്ടി Here, for the Lazarus to be resurrected, യേശു വന്നിരിക്കുക. Jesus has come over here. നിങ്ങൾ കല്ല് നീക്ക്. Take away the stone. ഇതാ ഒരു പുനരുത്ഥാന ശരീരം പ്രാപിപ്പാൻ പോകും. Behold, the resurrected body is going to come out. ഒരു ഉയർപ്പിൻ ശക്തി പ്രാപിപ്പാൻ A പോകും. power of resurrection. ഉയർപ്പിൻ ശക്തി പ്രാപിക്കണമെങ്കിൽ In order to receive the power of resurrection, നാം കല്ല് നീക്കണം. we should take away the stone. തടസ്സങ്ങൾ നീക്കണം. Hindrances should be removed. ബന്ധനങ്ങൾ അഴിക്കണം. All the bindings should be loosened. ദൈവത്തിന് സ്തോത്രം. Praise be to God. എല്ലാ ബന്ധനത്തെയും നമ്മൾ അടിച്ചുവിടണം. We have to loosen all our bindings.
യശയ്യാപ്രവചനത്തിൽ വായിക്കുന്ന പോലെ As we read in Isaiah, നുകത്തിന്റെ അമിക്കരകളെ അയക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, ഇതല്ലോ കർത്താവ് ഇഷ്ടപ്പെടുന്നത്. യെശയ്യാവ് 58:6 വായിക്കുക. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, ശ്രദ്ധിക്കണം, ബന്ധനങ്ങളെ, അന്യായ ബന്ധനങ്ങളെ അഴിക്കണം. നുകത്തിന്റെ അമിക്കരകളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കരകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. is not this the fast that I had chosen? അന്യായ ബന്ധനങ്ങളെ നമ്മൾ അഴിക്കണം. Loose the bands of wickedness. നാം ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യണം. We should do that which we അപ്പോൾ ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. and God will do that which He has to do. Praise be to God. അന്യായ ബന്ധനത്തെ അഴിക്കണം. The bands of wickedness, you have to loosen it. കല നീക്ക്. Take away the stone. എന്തിനു വേണ്ടി? For what? ഒരു ഉയർപ്പിന്റെ ശക്തി For a power of quickening to come. വ്യാപരിക്കാൻ പോകുകയാണ്. It is going to work out. പുനരുത്ഥാന ശക്തി വ്യാപരിക്കാൻ The പോകുകയാണ്. power of resurrection is going to work ഒരു out. അനുഗ്രഹത്തിന്റെ സമൃദ്ധി വ്യാപരിക്കാൻ A പോകുകയാണ്. plenty of blessings is going to come നന്മയുടെ upon സമൃദ്ധി you. വ്യാപരിക്കാൻ A പോകുകയാണ്. cloud of blessings too. സകല കൃപകളാൽ നിറയ്ക്കാൻ പോകുകയാണ്. God is going to fill you with all blessings. ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും നിനക്ക് പകരാൻ പോകുകയാണ്. All blessings God is going to shower upon you. ദൈവമക്കളെ, കല്ല് നീക്കണം, Take away the stone. തടസ്സങ്ങൾ നീക്കണം, Remove the hindrances. തെറ്റായ സ്വഭാവങ്ങളെ നീക്കണം, Take away all wrong natures. തെറ്റായ ചിന്തകളെ നീക്കണം, All wrong thoughts. തെറ്റായ വഴികളെ നീക്കണം, All wrong ways. തെറ്റായ വിചാരങ്ങളെ നീക്കണം, All wrong തെറ്റായ imaginations. ബന്ധത്തെ നീക്കണം. All wrong relationships. അങ്ങനെയായാൽ If it be so, ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. God will do that which He has to do. നമ്മെ ഒരു പുനരുത്ഥാന ശരീരത്തോടെ ഉയർപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Our God desires to transform us with a resurrected body. 116 സംഘത്തിനും 16 വാക്യം. Psalm 116 and verse 16. 116 സംഘത്തിനും 16 വാക്യം. യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. നീ എന്റെ ബന്ധനങ്ങളെ അയച്ചിരിക്കുന്നു. Thou hast loosened my bonds. നമുക്ക് വിശ്വസിക്കാമോ? Let us believe. ഇന്ന് എന്റെ ബന്ധനത്തെ അഴിച്ചിരിക്കുന്നു. Today my God has loosened my bands. പാപബന്ധനം, The band of sin, രോഗബന്ധനം, of sickness, ശാപത്തിന് ബന്ധനം, curses, മന്ത്രവാദ ശക്തി of ബന്ധനം, sorcery, ദൈവമക്കളെ നിനക്കെതിരായി എഴുന്നേറ്റിരിക്കുന്ന പൈസായി ശക്തിയുടെ ബന്ധനം, all the bindings of the demonic ആ past. ബന്ധനം മുഴുവനും കർത്താവ് അഴിച്ചിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളുയർത്തി ഹല്ലേലൂയ പറയാമോ? ശക്തമായി. ആരാ അഴിക്കുന്നത്? Who will loosen it? കർത്താവ് ബന്ധനത്തെ അഴിക്കും. Our God Himself. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹത്തെ തടസ്സമായിട്ടുള്ള ബന്ധനം എന്താണെന്ന് വെച്ചാൽ അതിനെ എന്ത് ചെയ്യണം? നമ്മൾ മാറ്റണം, നാം തന്നെ മാറ്റണം. We ourselves should take away the binding which has become a hindrance for our blessing. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുക്കാം. Let us all come nigh into the presence of our God. ദൈവത്തിന് സ്തോത്രം. Praise be to God. അത് നമ്മൾ പറഞ്ഞു പോയാൽ ഒരുപാട് സമയം പോകേണ്ടി വരും. If we keep on speaking so, it will take more time. അതുകൊണ്ട് ഒരു മിനിറ്റ് Therefore, 1 ഈ minute, പ്രസംഗത്തിന് മധ്യത്തിൽ in the midst of the sermon, എല്ലാവരും കണ്ണടച്ച് let us all close our eyes. നിന്റെ അനുഗ്രഹത്തിന് എതിരായി പോരാടുന്ന എല്ലാ തടസ്സങ്ങളും, ആ കല്ലുകള്, ആ ബന്ധനത്തെ ഏറ്റു പറയാൻ ആഗ്രഹിക്കുന്നവർ ഒരൊറ്റ മിനിറ്റ് പ്രാർത്ഥിക്കാമോ? All those who decide to take away all the big hindrances that bring in your life and confess your sins and pray for a while. ഒരൊറ്റ മിനിറ്റ് പ്രാർത്ഥന. Just for a minute, let us all pray. ബന്ധനത്തെ കർത്താവ് ഇറങ്ങി വന്ന് അടിക്കും. Our God will descend and loosen the bindings. നിന്റെ പരാജയങ്ങളെ കർത്താവ് നീക്കും. All your failures He will take away. എനിക്ക് പുനരുത്ഥാന ശരീരം കർത്താവ് He തരും. will give you a resurrected body. ഉയർപ്പിൻ ശക്തി കർത്താവ് നിനക്ക് തരും. He will give you a power of resurrection. സകല അനുഗ്രഹത്തെ നിനക്ക് തരും. He will give you all blessings. ഹല്ലേലൂയ. എല്ലാവരും ശക്തമായി ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചാൽ Let us all mightily pray for a minute. ദൈവമേ സഹായിക്കണമേ. Oh Lord, please help me. ഹല്ലേലൂയ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 14, 15 വചനം. Hebrews 12, 14 and 15. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ദൈവത്തിന് സ്തോത്രം. Praise be to God. കർത്താവിനെ കാണണമെങ്കിൽ In order to see God, ശുദ്ധീകരണം പ്രാപിക്കണം. we need sanctification. ശുദ്ധീകരണം കൂടാതെ കർത്താവിനെ കാണുകയില്ല. Without sanctification, you cannot see God. ദൈവമക്കളെ, നമ്മൾ എന്ത് ചെയ്യണം? Beloved children of God,
നമ്മൾ എന്ത് ചെയ്യണം? What should we do? ഒരുക്കത്തോടെ We കാത്തിരിക്കണം, should be with a preparation, ശുദ്ധീകരണത്തോടെ കാത്തിരുന്നു with holiness, യേശുവിനെ കാണുവാൻ in കഴിയും. order to see Jesus. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? How should we make ourselves ready? നമ്മളെപ്പോഴും കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിരിക്കണം. We should be ready to meet our God. നമ്മൾ ഈ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവർ എന്ത് ചെയ്യണം? What should they do that they wait for the Lord to return? ഒന്ന്, 1. 2 തിമോഥെയോസ് ലേഖനം 2 Timothy 2:21 chapter 2 verse 21. തന്നെത്താൻ വെടിപ്പാക്കണം. Make himself clean. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. Praise be to God. തന്നെത്താൻ വെടിപ്പാക്കണം. He should purge himself. തന്നെത്താൻ വെടിപ്പാക്കുന്ന വ്യക്തികൾ ആരുണ്ടോ ഉടമസ്ഥന് ഉപയോഗമുള്ള മാനപാത്രം. All those who purge themselves, they shall be a vessel meet for the master's use. എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? How should you make yourself ready? കർത്താവിനെ എതിരേൽപ്പാൻ എങ്ങനെ ഒരുങ്ങണം? How should you make yourselves ready to meet the Lord? തന്നെത്താൻ വെടിപ്പാക്കണം. You have to make yourselves a purge. ശരിയായ ശുദ്ധീകരണം. And that is a true sanctification. ജീവിതത്തിലെ ഏതെല്ലാം കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ടോ ക്രമീകരിച്ച് ഒരുങ്ങി കാത്തിരിക്കണം. What all things you have to set right in your life, you have to make it right and wait. കർത്താവേ, ഞാൻ നിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഞാൻ ഒരുക്കത്തോടിരിക്കുകയാണ്. Oh Lord, I am ready to be caught up in thy coming. എന്നെ സഹായിക്കണം. Help me, O Lord. കർത്താവേ, എന്നെയും നിന്റെ രാജ്യത്തിനായിട്ട് ഒരുക്കണം. Oh Lord, make me also ready for thy kingdom. ദൈവത്തിന് സ്തോത്രം. Praise be to God. തന്നെത്താൻ ഒരുക്കണം. You have to make yourself ready. തന്നെത്താൻ വെടിപ്പാക്കണം. You have to make yourself clean. ഏതെങ്കിലും തെറ്റായ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ If there be any wrong natures in you, ആ സ്വഭാവത്തോട് കിടന്ന് ഉറങ്ങരുത്. together with that sleep not. ഓരോ ദിവസവും കടികൾ പ്രാപിക്കണം. Each and every day you have to wash yourself. വെടിപ്പാക്കണം. You have to make yourself clean. നമ്മൾ എവിടെയൊക്കെ യാത്ര ചെയ്യാൻ പോകുമ്പോൾ When we go for a travel, നമ്മൾ മാന്യമായി കുളിച്ച് ശുദ്ധമായിട്ട് വസ്ത്രം ധരിച്ചു വരും. we will have a wash ourselves and we will bathe and then we will dress ourselves and go. ഇതാണ് ശരീരത്തിൽ അതിന്റെ വെടിപ്പാണ്. And our body will be clean. അതിനുശേഷം വസ്ത്രം ധരിക്കും. After that we will dress ourselves. അഴുക്കായ ശരീരത്തിൽ വേർപ്പോടുകൂടെ ഇരിക്കുമ്പോൾ ഒരിക്കലും അടുത്ത വസ്ത്രം ധരിച്ചു പോകാറില്ല. When it is such, when you have sweating, you will not put on the good garment over it and go, or you will not put on dirty garments and go. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമ്മൾ എന്ത് ചെയ്യണം? What should we do? വെടിപ്പാക്കണം. We should purge it, എന്ന് പറഞ്ഞാൽ which means ശുദ്ധീകരിക്കപ്പെടണം, cleanse ourselves, കടികൾ പ്രാപിക്കണം. wash ourselves. അവിടെ ദാവീദ് പ്രാർത്ഥിക്കുന്നത്, That is why David prays. എന്നെ നന്നായി കടി, എന്റെ അകത്യം പോക്കണമേ, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. Oh Lord, wash me according to wash me thoroughly from my iniquity and cleanse me from my sin. 51 സങ്കീർത്തനം 2-ാം വാക്യം. 2-ാം വാക്യം. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. തന്നെത്താൻ വെടിപ്പാക്കണം. Purging himself. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, തന്നെത്താൻ വെടിപ്പാക്കണം. You have to clean yourself. ശുദ്ധീകരിക്കപ്പെടണം. You get sanctified. കടികൾ പ്രാപിക്കണം. You wash yourself. ശുദ്ധീകരിക്കപ്പെടണം. Get sanctified. എന്തിനു വേണ്ടി? For what? കർത്താവിന്റെ വരവിന് വേണ്ടി എടുക്കപ്പെടുവാൻ. To be caught up in the coming of the Lord. അതുകൊണ്ട് ദിവസേന മരിക്കണം. Therefore daily should die. ദിവസേന ശുദ്ധീകരിക്കണം. Daily you should sanctify. ദിവസേന കടികൾ പ്രാപിക്കണം. Daily you have to clean yourself. ദിവസേന മാലിന്യങ്ങൾ അകറ്റണം. Daily you have to take away all defilements. അവിടെയാണ് ദൈവം മാനിക്കുന്നത്. It is there the God honors. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, ഒരുക്കത്തോടെ കാത്തിരിക്കുക. With the readiness waiting. തന്നെത്താൻ വെടിപ്പാക്കി. You have to clean yourself. അടുത്തായിട്ട് Nextly, പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിന്റെ Exodus chapter 10 10-ാം വാക്യം. verse 10. അവൻ അവരോട്, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും വിട്ടയച്ചാൽ യഹോവ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നോക്കുവിൻ, ദോഷമാകുന്നു. 19-ാം അധ്യായം, പുറപ്പാട് 19-ന്റെ 10-ാം വാക്യവും Exodus 11-ാം വാക്യം. 19, 10 and 11. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കാം. അവർ വസ്ത്രമലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസത്തിൽ ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനവും കാണുക സീനായി പർവ്വതത്തിൽ ഇറങ്ങും. വസ്ത്രം അലക്കി ഒരുങ്ങിയിരിക്കണം. You have to wash your clothes and be ready. നമ്മുടെ ജീവിതത്തിലുള്ള വസ്ത്രം അലക്കണം. Our garments also you have to wash. വെളിപ്പാട് പുസ്തകം
22 14 വാക്യം. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. Blessed are they that wash their garments. വസ്ത്രം അലക്കണം. Wash your garments. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഏത് വസ്ത്രമാണ്? Which is your garment? ജീവന്റെ വസ്ത്രം. A garment of life. ദൈവം അംഗീകരിക്കുന്ന വസ്ത്രം. That which God approves. ദൈവം മാനിക്കുന്ന വസ്ത്രം. That which God honors. ജീവന്റെ വസ്ത്രത്തെ കറപിടിക്കരുത്. Your garment of life should never get അഥവാ spotted. ഏതെങ്കിലും മാലിന്യം ഉണ്ടെങ്കിൽ കടികൾ If പ്രാപിക്കണം. there be any defilements, you get it washed. വസ്ത്രം അലക്കണം. Wash your garments. പറഞ്ഞാൽ ജീവിതത്തെ ക്രമീകരിക്കണം. Set right your life. ജീവിത വസ്ത്രത്തെ നമ്മൾ സൂക്ഷിക്കണം. Your garment of life to preserve. അങ്ങനെ വസ്ത്രം അലക്കുന്ന ദൈവമക്കളെ All those who wash their garments, ദൈവം ഭാഗ്യം. ദൈവം നിങ്ങളെ മാനിക്കും. God will honor you. ദൈവത്തിന് മുൻപിൽ നിങ്ങൾ ഭാഗ്യശാലികളാ. You are fortunated before God. ദൈവത്തിന് സ്തോത്രം. Praise be to God. അവിടെ ചെയ്യണം. Therefore, what should you do? എല്ലാ ദിവസവും വസ്ത്രം അലക്കണം. Every day you have to wash your garments. ചിലര് കളർ വസ്ത്രം ധരിച്ചുകൊണ്ട് വരാറുണ്ട്. Some will come with colored dress. ഒരാളെ ചോദിച്ചു, ഞാൻ എന്താ ഈ കളർ വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നത്? To a person I asked, why are you clothed in colored garments? പാസ്റ്ററെ, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലയോ We have children. എന്ന് പറഞ്ഞാൽ അടിക്കും വീഴിക്കും ഒക്കെ വസ്ത്രത്തിനകത്തൊക്കെ വരും. Because our garments will get dirty. വെള്ള വസ്ത്രമാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് കാണിക്കും. But if it's white, means then it will be highlighted soon. കളറാണെങ്കിൽ ഒന്നും അറിയാല. But color means it is okay. അപ്പോൾ ആ വസ്ത്രം എങ്ങനെ ഇരിക്കുന്നു പറ? How would that garment be? നാറുന്ന വസ്ത്രമായിരിക്കും. It would be stinky. എന്നാ വെള്ള വസ്ത്രമാണെങ്കിൽ But white garment, എന്തെങ്കിലും ചെറിയൊരു അഴുക്കുണ്ടെങ്കിൽ അതിനെ ശുദ്ധമാക്കാം. even if there be a small dirt, it can be, you have to cleanse it. നമ്മൾ ഇങ്ങനെ പാടണം. We should sing so. ശുദ്ധമാക്ക എന്നെ അകമാനം. ശുദ്ധനാം യേശുവേ നിന്റെ രക്തത്താൽ ആമേൻ. ശുദ്ധമാക്ക എന്നെ അകമാനം. ശുദ്ധനാം യേശുവേ നിന്റെ രക്തത്താൽ ശുദ്ധമാക്ക എന്നെ അകമാനം. ശുദ്ധനാം യേശുവേ നിന്റെ രക്തത്താൽ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ഈശ്വരൻ മുഴങ്കാൽ മടക്കുമ്പോൾ ഇങ്ങനെ പാടണം. When we be on our knees in God's presence, എന്നെ we have to say, ശുദ്ധമാക്ക്. cleanse me, O എന്നെ Lord. ശുദ്ധമാക്ക്. Cleanse me, O എന്റെ Lord. വസ്ത്രത്തെ കഴുകണമേ. God, wash my garment, O Lord. കറയോ അശുദ്ധിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വസ്ത്രത്തിന്റെ അവസ്ഥകളെ നമുക്കേ അറിയാവൂ, വേറെ ആർക്കറിയില്ല. If there be any defilements or any spots in our life, then only we can identify it, but not others. 2023 നമ്മളെ വിട്ടു പോകാൻ പോകാ. This year 2023 is going to leave us. 2024 കിട്ടിയാല് If we get a year 2024, അത് ദൈവമക്കളെ ജയത്തിന്റെ വർഷമായി മാറണം. should become a year of victory for us. അതിനെന്ത് ചെയ്യണം? ശുദ്ധീകരിക്കപ്പെടണം. And for that you should get sanctified. ജീവിതത്തെ ശുദ്ധീകരിക്കണം. You sanctify your life. വസ്ത്രത്തെ ശുദ്ധീകരിക്കണം. Your garments too. നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കണം. Our spirit. മലിനതകളൊക്കെ നീക്കണം. Take away all defilements. മാലിന്യമൊക്കെ അകറ്റണം. All defilements should be free. അങ്ങനെ ജീവിക്കുന്ന ദൈവമക്കൾ All the children of God who live so, ഏറ്റവും ഭാഗ്യശാലികളാണ്. they will be most blessed. ദൈവത്തിന് സ്തോത്രം. Praise be to God. അടുത്തതായിട്ട് പറയുമ്പോൾ 2 കൊരിന്ത്യർ 7:1 വാക്യം വായിക്കുമ്പോൾ, Nextly 2 Corinthians 7:1. പ്രിയമുള്ളവരെ, ആ. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. എന്തിനു വേണ്ടി? For what purpose? കർത്താവിൽ എടുക്കപ്പെടുവാൻ, To be caught up in the coming of the Lord. ദൈവീയ കർത്താവിന്റെ രാജ്യത്തിൽ എടുക്കപ്പെടുവാൻ In order to be find in the kingdom of God. ഒരുക്കമായിരിക്കുന്ന ദൈവമക്കൾ All the children of God who are ready. എന്ത് ചെയ്യും? What will they do? ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. We have to cleanse ourselves from all filthiness of the flesh and spirit in perfect holiness in the fear of God. ദൈവത്തിന് സ്തോത്രം. Praise be to God. വെടിപ്പാക്കണം. We have to purge ourselves. ചിലർക്ക് Some ഈ മരിക്കുന്ന സമയത്ത് പാടുന്ന പാട്ട് അല്ലാതെ പാടിയാ ഭയങ്കര പേടിയാ. songs which you sing in the deathbed, if you sing at other time, they will be in great fear. ഇപ്പോഴാണ് പാടുന്നത്. Is it this ഈ time to sing? മരണപ്പാട്ടല്ലയോ? Is it not the sing songs for അങ്ങനെ funeral? മരണപ്പാട്ട് നമ്മുടെ പ്രത്യേക പാട്ടൊന്നുമില്ല. No special songs to sing in the funeral service. ജീവനോട് ഇരിക്കുമ്പോൾ പാടി സന്തോഷിക്കേണ്ട പാട്ടാണ് ആ മരിക്കുമ്പോൾ ബോഡിയിൽ അരിക്കുന്ന പാടുന്നത്. The songs which we sit and sing beside the body, that we have to sing and rejoice while we are alive. പാടും
മുമ്പേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ. ഓടിയടിക്കുന്നത് പാടുക. എന്നാൽ കർത്താവേ, ഇന്ന് എനിക്ക് മരണമാണെങ്കിൽ ഞാൻ ഭാഗ്യശാലിയാണ്. എൻ്റെ ജീവനെ കർത്താവേ സമയമായെങ്കിലും എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ മരണഭയമില്ലെങ്കിൽ അവനത് പാടും. ഇല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഭയമാ. All those who have no fear of death, they will sing boldly while alive itself, O Lord. Blessed are they that go firstly, and therefore, if thy time has come, O Lord, take me soon. എങ്ങനെ പാടണം? How should we sing? മുൻപേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ. മണ്ണിലുള്ള ഇപ്പോൾ ഒരാൾ മരിച്ചു കിടക്കുന്നു. A person is dead. അയാൾ പിന്മാറ്റക്കാരനാണോ? He was a backslider. പാപിയാണോ? Or a sinner. തോൽവിയാണോ? Or a failure. പൂർണ്ണപ്പെട്ടതാണോ? Is perfected. നല്ലവനാണോ? He is a good person. ഒന്നും അറിയുന്നില്ല. We do not know anything. അവിടെ ഇരുന്ന് പാടുക. You sit beside and sing. എന്താ അന്യ കഷ്ടങ്ങൾ? എന്താ ഇങ്ങനെ മണ്ണിലുള്ള കഷ്ടങ്ങളെല്ലാം തീർന്നിതാ പോകുന്നതെന്ന്. All his sufferings on earth is over and he is going, O Lord. അയ്യോ, നരകത്തിലാണോ സ്വർഗത്തിലാണോ ആർക്കറിയാം? Who knows whether he is going to hell or heaven? ഞാൻ പാടണം. But I should sing. മണ്ണിലെ കഷ്ടങ്ങൾ തീർന്നിട്ട് ഞാൻ ഇതാ സ്വർഗത്തിലേക്ക് പോകുന്നു. All my sufferings on earth is over and I am going to heaven. അങ്ങനെ ധൈര്യമായി പറയാൻ കഴിവുള്ളവരെ കരകൾ വെച്ച് അജീരി പറയട്ടെ. പലരുടെയും കൈ ഉയർന്നിട്ടില്ല കേട്ടോ. Many hands are not up. ചിലരുടെ കരയൊന്നും ഉയർന്നിട്ടില്ല. Some hands are not up. ഉയരത്തില്ല. അങ്ങനെയാണ് അവസ്ഥ. അങ്ങനെയാ ചിലരുടെ കരയൊന്നും ഉയർന്നിട്ടില്ല. കിടക്കുക. ഈ കുറച്ചാളോട് ജീവിക്കണമെന്നാ. ഇല്ല മക്കളെ, പെട്ടെന്ന് അങ്ങ് പോവാമെങ്കിൽ എത്ര ഭാഗ്യശാലികളാ. You know how fortunate we would be if we would go very soon. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമ്മൾ പ്രത്യാശയോടെ പാടണം. Hopefully we should sing. വേല തികച്ച വിശുദ്ധന്മാർ ദിരസിലേക്ക് മറയുന്നു. All the saints who have finished their course, they are entering into the veil. പാടുന്നു. We will sing. ആശ്വാസപ്രദനേ നിൻമുഖം കാൺമാൻ എന്നുള്ളം വാഞ്ചിക്കുന്നേ, എന്നാശ എന്നു തീരുമോ? ആശ്വാസപ്രദനേ നിൻമുഖം കാൺമാൻ എന്നുള്ളം വാഞ്ചിക്കുന്നേ, എന്നാശ എന്നു തീരുമോ? കർത്താവിന്റെ മുഖത്തെ കാണാനുള്ള വാഞ്ച നമുക്കെപ്പോഴും ഉണ്ടാകട്ടെ. Always we should have the desire to see the face of our God. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതെന്ത് വേണം? What we need? വിശുദ്ധിയുടെ പൂർണ്ണത പ്രാപിക്കണം. We need the perfection of holiness. 1 തെസ്സലോനിക്കർ 5:23. 1 Thessalonians 5:23. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. സമാധാന ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെന്ന് കാക്കപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. Praise be to God. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഒരുക്കം എങ്ങനെയാണ്? ശുദ്ധീകരണത്തോടെ ഒരുങ്ങിയിരിക്കും. To be caught up in the coming of the Lord, how should we found holy? We should be found in sanctification. 1-2 കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. With 1 or 2 points I'd like to wind up. വെളിപ്പാട് പുസ്തകം Book of Revelation 19 chapter 19 7 വാക്യം മുതൽ വായിക്കുമ്പോൾ verse 7 onwards. നീതി പ്രവൃത്തികളാൽ അലങ്കരിക്കപ്പെടുന്നവർ അവരാണ് കർത്താവിൽ എടുക്കപ്പെടുന്നത്. All those who are adorned with the righteous works, they will be caught up in the coming of the Lord. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ. It is the right നീതിപ്രവൃത്തികളാൽ കർത്താവിനെ എതിരെടുക്കാൻ ഒരുക്കമായിരിക്കും. We should make ourselves ready in order to meet the Lord with our righteous നമ്മുടെ works. പ്രവൃത്തി നീതിയായിരിക്കട്ടെ. Our work should be righteous. നമ്മുടെ പ്രവൃത്തി ദൈവം അംഗീകരിക്കുന്നതായിരിക്കട്ടെ. Our work should be the one which our God approves. നമ്മുടെ പ്രവൃത്തികൾ ദൈവമക്കളെ നീതിയുടെ പ്രവൃത്തിയായിരിക്കട്ടെ. Our works, beloved children of God, should be full of righteousness. എന്ന് പറഞ്ഞാൽ Which means നീതിമാനായ യേശുവിന്റെ അതേ പ്രവൃത്തിയിൽ ജീവിക്കാനുള്ള ഒരുക്കം നമുക്ക് വേണം. we should have the readiness to live as our Lord Jesus, who was righteous, did and lived. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. That is what our God desires. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, അടുത്തതായിട്ട് എബ്രായ ലേഖനം 5:8 വാക്യം വായിക്കുമ്പോൾ Hebrews 5:8.
കഷ്ടതയുടെ പൂർണ്ണതയാൽ യേശുവിനെ കാണുവാൻ കഴിയും. We can see Jesus having achieved the perfection of sufferings. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, കഷ്ടതയാലുള്ള പൂർണ്ണത പ്രാപിക്കുന്ന ദൈവമക്കൾക്ക് യേശുവിന്റെ മുഖത്തെ കാണുവാൻ കഴിയും. All the children of God who attain the perfection of sufferings can see the face of Jesus. കഷ്ടത ഉണ്ടാകുമ്പോൾ When you are suffering, നമ്മളിങ്ങനെ പാടണം. we should sing. കഷ്ടതയാകുന്ന നൽവരത്തെ അപ്പൻ നമുക്കായി ഏകിയല്ലോ, തൃക്കൈയായി വാഴ്ത്തി തരുന്ന പാനപാത്രം ഒക്കെ കുടിച്ചു നമുക്കരെ ചെയ്യണം, ഒക്കെ കുടിച്ചു നമുക്കരെ പോകണം. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമ്മള് കഷ്ടതയുടെ സമയത്ത് ഇങ്ങനെ പാടണം. In our sufferings we should sing. കഷ്ടതയാകുന്ന ആ നൽവരത്തെ, ഇത് ഞങ്ങളുടെ അപ്പൻ ദൈവം തന്നിരിക്കുന്ന വാഴ്ത്തി തന്നിരിക്കുന്ന അനുഭവമാണ്. അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ, സന്തോഷത്തോടെ കൈക്കൊള്ളുവാൻ, സന്തോഷത്തോടെ കീഴ്പ്പെടുവാൻ, അതിനെ ജയിക്കുവാൻ കർത്താവേ കൃപ എനിക്ക് തരണമേ. Oh Lord, this good gift of suffering is thou which is given, in order thou which is blessed and given into my hands, joyfully that I might receive it, and joyfully that I may become victorious over it. Grant me grace, O Lord. ഹല്ലേലൂയ. കഷ്ടതയുടെ പൂർണ്ണത പ്രാപിക്കണം. You should attain the perfection of sufferings. ആ പൂർണ്ണത പ്രാപിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി യേശു വേഗം വരും. Jesus will appear very soon for the saints who receive that അതുകൊണ്ട് perfection. വിശ്വാസത്തെ ദൈവം നമുക്ക് ധൈര്യം പ്രാപിക്കണം. Therefore let us all be bold in faith. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യം കടക്കേണ്ടതാകുമെന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ മനസ്സിനെ ഉറപ്പിച്ചു. They established the heart of the disciples, telling them that we have to endure various sufferings, and that way we have to enter to the kingdom of God. ദൈവരാജ്യം കടക്കാൻ In order to enter to the kingdom അനേക of God, കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകണം. more tribulation you have to endure. ദൈവമക്കളെ, കഷ്ടതയുടെ ഘട്ടത്തിൽ നമ്മുടെ കർത്താവ്, കഷ്ടം സഹിച്ച കർത്താവ് തുണയായി നിന്റെ അടുക്കൽ വരും. Beloved children of God, as you help, Lord God will come with you when you suffer. അവന്റെ വാക്ക് നിന്നെ ധൈര്യപ്പെടുത്തും. His words will strengthen you. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. Fear not, I am with you. ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. Be not dismayed, I am your God. ഞാൻ നിന്നെ ശക്തീകരിക്കും. I will strengthen thee. ഞാൻ നിന്നെ സഹായിക്കും. I will help thee. ഞാൻ നിന്നെ എന്റെ നീതിയുടെ വലക്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. I will uphold thee with the right hand of righteousness. ഞാൻ നിന്നെ വിടുവിക്കും. I will ഞാൻ deliver നിന്നെ thee. സൗഖ്യമാക്കും. I will heal thee. എല്ലാ അന്ധകാര ശക്തിയുടെ നിർമൂലമാക്കും. I will destroy all the wicked powers. ഈ വാക്യത്തിൽ വിശ്വസിക്കുന്നവർ All those who believe in this promise, മുഴങ്കാലം മടക്കാം, be on your knees, കണ്ണടയ്ക്കാം. close your eyes പാട്ട് പാടുന്നതിന് മുമ്പായിട്ട് before singing the ഈ songs. വചനങ്ങൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ If God has spoken to you through this word, ഒരു മിനിറ്റ് a minute, കൈതൊട്ട് ദൈവമക്കൾ ആത്മാവിൽ clap your ആരാധിക്കണം. hands and worship God in the Spirit. പരിശുദ്ധാത്മ ശക്തിയാൽ Spirit of God, by ബന്ധനം അയ്യട്ടെ. let all your bindings be loosened. മുഖത്തിന്റെ കമറികൾ അയ്യട്ടെ. Let all the bindings be സാത്താന്റെ loosened. ശക്തികൾ അയ്യട്ടെ. Let all the powers of Satan, സാത്താന്റെ ബന്ധനം അയ്യട്ടെ. let all the bindings of the devil be അന്ധകാര loosened. ശക്തികൾ നിയോഗിക്കട്ടെ. Let all the powers of darkness depart. ഇപ്പോൾ രോഗിയായി വന്നിരിക്കുന്ന വ്യക്തികൾ അഭിഷേകത്താൽ മുഖം തകരാൻ പോകുകയാണ്. All those who come here being sick, numbers of your bindings are going to be loosened. അഭിഷേകത്താൽ മുഖം തകരാൻ പോകുകയാണ്. Yoke is going to be destroyed because of the anointing. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം മൗനമായിരിക്കരുത്. എല്ലാവരും ഒരു മിനിറ്റ് ആത്മാവിൽ നിറയുവേ. Let none of us be silent just for a minute. Let us all worship God in the Spirit. സ്നേഹത്താൽ നിറയുവേ. Let fill in the love of God. ശത്രു രക്ഷിക്കട്ടെ. Let your enemy be confounded. സാത്താൻ തോറ്റുപോകട്ടെ. Let your enemy be failed. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ